എന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾ കാണാൻ പോകുന്നത് വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ് പ്രസൻസ് അമൃതവേണി ഹെയർ എലിക്സർ ഫ്ലവേഴ്സ് 1 കോടി. ഇന്ന് ഈ പരിപാടിയിൽ മത്സരിക്കുന്നത് പാലക്കാട് നിന്ന് വരുന്ന ഒരു മത്സരാർത്ഥിയാണ്. പാലക്കാട്ടെ പുൽപ്പുള്ളിക്കാരി സരിത സഹദേവൻ. സരിത സഹദേവൻ എന്ന് പറയുമ്പോൾ ദുരിതങ്ങൾ കൂടുവെച്ച ഒരു വീട്ടിൽ നിന്നാണ് വരുന്നത്. എന്നാൽ പൊരുതി നേടിയൊരു വിജയവുമായി ജീവിതത്തിൽ വിജയിച്ചു കയറി എന്ന് വേണമെങ്കിൽ പറയാം. കടം വാങ്ങിയാൽ ഒരിക്കലും തിരിച്ചു കൊടുക്കാത്ത ഒരച്ഛന്റെ മകളെന്ന കളിയാക്കലുകളിൽ നിന്നും കുടുംബത്തിന്റെയും സ്വന്തം ജീവിതത്തിന്റെയും അഭിമാനം വീണ്ടെടുത്ത വിജയഗാഥയാണ് പാലക്കാട് സ്വദേശിനി സരിതയുടേത്. കടങ്ങൾ ഒന്നൊന്നായി വീട്ടി ജീവിതം കരിപ്പിടിപ്പിച്ച മിടുക്കി എന്ന വിളിപ്പേര് കടക്കാരി എന്ന് പണ്ട് കളിയാക്കിയവരുടെ നാവിൽ നിന്ന് തന്നെ കേൾക്കുമ്പോൾ സരിതയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടരും. അഭിമാനത്തിന്റെയും അതിജീവനത്തിന്റെയും പുഞ്ചിരി. ഭർത്താവും മക്കളും അടുത്ത ബന്ധുക്കളും ഉൾപ്പെടുന്ന കുടുംബ ബന്ധങ്ങളെ അധ്യാപനമെന്ന സ്വന്തം ജീവിതമാർഗത്തിന്റെ തിരക്കുകൾക്കിടയിലും ഈ പാലക്കാട്ടുകാരി കൈവിടുന്നില്ല. അപ്രതീക്ഷിതമായ കടക്കിണിയിൽ അറിയാതെ അകപ്പെട്ടവർക്ക് മുന്നിൽ സ്വന്തം ജീവിതം നൽകുന്ന പ്രതീക്ഷകളുടെ പ്രകാശവുമായി ഫ്ലവേഴ്സ് 1 കോടിയുടെ വേദിയിലേക്ക് എത്തുന്നു സരിത സഹദേവൻ. ഹായ് കുട്ടേട്ടാ, സുഖാണോ? നമസ്കാരം സരിത. നമസ്കാരം. സുഖമായിരിക്കുന്നു. ഹായ് സരിത സഹദേവൻ, നമസ്കാരം. ഹലോ സർ, നമസ്കാരം. ഈ പുൽപ്പുള്ളി എന്ന് പറയുന്നത് ഗ്രാമമാണോ നഗരമാണോ? ഗ്രാമപ്രദേശമാണ്. പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിനടുത്തുള്ള ഒരു കൊച്ചു ഗ്രാമമാണ്. ചിറ്റൂർ എന്നൊക്കെ പറയുമ്പോൾ സംഗീതത്തിന്റെ ഒക്കെ സ്ഥലമാണ്. സംഗീതത്തിന്റെയും കരിമ്പനകളുടെയും കരിമ്പനപ്പട്ടകളിൽ കാറ്റ് പിടിക്കുമ്പോഴാണല്ലോ അതെ. പാലക്കാട് പുതിയ ഓരോ ജീവിതം വരുന്നത് അല്ലേ? അതെ, അതെ. ഓക്കെ, അതും വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതെ. ഇപ്പൊ എവിടെയാ താമസിക്കുന്നത്? ഞാൻ പൊൽപ്പുള്ളിയിലാണ് താമസിക്കുന്നത്. പൊൽപ്പുള്ളി പഞ്ചായത്തിലെ കല്ലൂട്ടിയാൽ എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് താമസിക്കുന്നത്. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടില് അമ്മ, പിന്നെ എന്റെ ഇരട്ട ആൺമക്കള്, ഹസ്ബൻഡ്. അവര് വന്നിട്ടുണ്ടല്ലേ? വന്നിട്ടുണ്ട്. ഇവരില്ലേ ആ സഹോദരന്മാര്? അതെ, ഓക്കെ. താങ്കളുടെ പേരെന്ത്? അദ്വൈത്. അദ്വൈത്. ആബിന്ദ്. ആബിന്ദ്. കൂടെ വന്ന മറ്റു രണ്ടുപേരാരാണ്? ഒന്ന് എന്റെ അമ്മയാണ്. അമ്മയുടെ പേരെന്താ? പങ്കജം. ആ അമ്മയുടെ പേര് അംബിക. അംബിക അമ്മായിയാണ് അല്ലേ? അമ്മായി എന്ന് പറയുമ്പോ പെങ്ങളാണ്. അച്ഛന്റെ പെങ്ങളാണ്. അമ്മായി എവിടെ താമസിക്കുന്നു? ഞാൻ നല്ലേപ്പിള്ളിയിൽ എന്നെ കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് ഞാൻ അതൊക്കെ വളരെ പണ്ടല്ലേ കല്യാണം കഴിച്ചുകൊണ്ടിരുന്നത്? നമുക്ക് ഇന്നലെ നടന്നല്ലോ ഒരു ഡയലോഗിൽ അടിച്ചത്. മോളുടെ അടുത്തേക്ക് ഞാൻ എപ്പോഴും വരും. അപ്പൊ ഇന്നിപ്പോ ചില ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയേണ്ടി വരും. അമ്മായി റെഡിയാണോ? അമ്മ പറയും, ചേച്ചി പറയും, എനിക്കൊന്നും അറിയില്ല. അമ്മായും പറയും, നോക്കിയോ നിസ്സാര ചോദ്യങ്ങളല്ലേ ഞാൻ ചോദിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മള് സരിതയെ ബുദ്ധിമുട്ടിക്കാനൊന്നും പോകുന്നില്ല. ഓക്കെ സരിത. അപ്പൊ ഇത് കൂടാതെ വീട്ടിൽ ഹസ്ബൻഡും ഉണ്ട്. അദ്ദേഹത്തിന്റെ പേര് മണികണ്ഠൻ. അതെന്താ ചെയ്യുന്നേ? അദ്ദേഹം ഇപ്പൊ നിലവില് തൃശ്ശൂർ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. സരിത ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഞാനിപ്പം ചാണക്യ PSC എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ആപ്പ് വഴി ഞാനും എന്റെ ഒരു പാർട്ട്ണർ കൂടെ ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ PSCക്ക് ആവശ്യമായ വിവിധ ബാച്ചുകൾ ക്രിയേറ്റ് ചെയ്ത് ഡിഫറെന്റ് ഫാക്കൽറ്റീസിനെ വെച്ച് ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഓപ്പറേറ്റ് ചെയ്യുന്നത് പാലക്കാട് ഇരുന്നുകൊണ്ട് അഡ്മിഷൻ പ്രോസസ്സും ടീച്ചേഴ്സിനുള്ള പേയ്മെന്റ് ആ പറയുന്ന സംഭവങ്ങളെല്ലാം ഞാൻ ഹാൻഡിൽ ചെയ്യും. പിന്നെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാസർഗോഡ് ഇരുന്നുകൊണ്ട് എന്റെ പാർട്ട്ണർ ചെയ്യും. ഇത് വലിയ സംഭവമാണോ? ഒന്നുമല്ലാത്ത എന്നെ സംബന്ധിച്ച് ഇതൊരു വലിയ സംഭവമാണ്. കാരണം ചാണക്യ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമാണ് എന്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ എനിക്ക് സഹായമായത്. എന്തായിരുന്നു സരിതയുടെ സ്വപ്നം? എന്റെ സ്വപ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനസിൽ നിന്ന് തുടങ്ങിയ ആളാണ് സർ. ഒരുപാട് ഇൻസൾട്ട് ഒക്കെ കേട്ട് ഒന്നും ആയിത്തീരില്ല എന്ന് ഒരുപാട് ആളുകൾ മുദ്ര കുത്തിയ ഒരാളാണ് ഞാൻ. സ്റ്റാമ്പ് ചെയ്തു. അതെ സർ, തീർച്ചയായിട്ടും അതൊരു വാശിയായിരുന്നു എനിക്ക്. കാരണം വാശിക്കാരനായ ഒരു അച്ഛന്റെ ആഗ്രഹങ്ങളൊന്നും നേടിയെടുക്കാതെ പോയ ഒരു അച്ഛന്റെ വാശിക്കാരിയായ ഒരു മകളായിരുന്നു ഞാൻ. അച്ഛന്റെ ആഗ്രഹമൊക്കെ അച്ഛൻ ഇരിക്കുമ്പോ തന്നെ നേടി കാണിച്ചു കൊടുക്കണം എന്നൊരു വാശി എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ വിധി അതിനെ അനുവദിച്ചില്ല. അച്ഛൻ മരിച്ചുപോയി. അച്ഛൻ മരിച്ചു. അച്ഛൻ എന്താ ചെയ്തിരുന്നത്? അച്ഛൻ പശു കച്ചവടക്കാരനായിരുന്നു. അപ്പൊ അച്ഛൻ ഒരുപാട് കടം ഉണ്ടായിരുന്നു. അച്ഛൻ ഒരുപാട് കാരണമായത് അച്ഛൻ ഒരു വാത്സല്യം മമ്മൂക്കയായിരുന്നു. കുടുംബത്തിന്റെ പ്രാരാബ്ദമൊക്കെ ഒറ്റയ്ക്ക് ഏറ്റെടുത്ത ഒരു വ്യക്തിയായിരുന്നു. ഒപ്പം അസുഖം ഉണ്ടായിരുന്നു. ഹൃദയ സംബന്ധമായ രോഗം, ശ്വാസം മുട്ടൽ. സഹോദരിമാരെയൊക്കെ കല്യാണം കഴിച്ചു ഏറ്റവും അവസാനമാണ് അച്ഛൻ 41-ാമത്തെ വയസ്സിലാണ് കല്യാണം കഴിച്ചത്. 41 വയസ്സിലാണ്. 42-ാമത്തെ വയസ്സിലാണ് ഞാൻ ജനിക്കുന്നത്. ആ സമയത്ത് 28 വയസ്സായ ഒരു സ്ത്രീയും
40-41 വയസ്സൊരു പുരുഷനെന്ന് പറഞ്ഞാല് നമ്മുടെ നാടൻ ഭാഷയിൽ കുഴിയിലേക്ക് കാലം നീട്ടി എന്ന് പറയാം. ഇന്നൊക്കെ ആണെങ്കിൽ ഇപ്പൊ കല്യാണം കഴിക്കുന്ന ടൈമായി എന്ന് പറയാൻ പറ്റുള്ളൂ. അന്നത്തെ കാലഘട്ടത്ത് ഇവര് 87-ലാണ് ഇവരെ കല്യാണം കഴിഞ്ഞത്. അപ്പൊ അന്നത്തെ കാലഘട്ടത്തൊക്കെ ഇത് ഔട്ട്ഡേറ്റഡ് ആയി, മീൻസ് ഇവരൊക്കെ ഫീൽഡ് ഔട്ട് ആയി, അങ്ങനെയുള്ള ആൾക്കാരാണ്. അന്നൊക്കെ നാട്ടിൽ അങ്ങനെയൊക്കെ ഉണ്ടോ അമ്മേ? 28 വയസ്സുകാരെ 42-കാരനെ കല്യാണം കഴിക്കോ? കാരണം കുടുംബ സാഹചര്യങ്ങളാണ് അങ്ങനെ ആയത്. ഞങ്ങള് 7 മക്കളാണ്, അതില് മൂത്ത മോളാണ് ഞാന്. ഈ കൂടുതലുള്ള മക്കളുടെ അവിടെ വന്നിട്ട് ആരും പെണ്ണെടുക്കാൻ തയ്യാറാവില്ല അന്ന്. അങ്ങനെയായിരുന്നു അന്ന്. കൂടുതൽ ആളുണ്ട് ആ വീട്ടിലെ കാര്യം വരുന്നില്ല, വരില്ല. അങ്ങനെ വന്ന് വീണതാ ഈ മനുഷ്യൻ. അങ്ങനെ വീണതായിരുന്നു ഈ മനുഷ്യൻ. കണ്ടപ്പോഴേ കെട്ടി അല്ല, അങ്ങനെ വന്ന് ആലോചിച്ചൊക്കെ തന്നെയായിരുന്നു കല്യാണം. പിന്നെ എപ്പോഴാ അമ്മ ഈ ജീവിതം അങ്ങോട്ട് ദുരിതത്തിലായി തുടങ്ങിയത്? അന്ന നാളെ തൊട്ട് ദുരിതമായിരുന്നു. കടമായിരുന്നു. ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വളരെ. ഇനി എന്നെ എന്താ പറയാ, എനിക്കതങ്ങ് വിശദീകരിച്ച് പറയാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ. ഓക്കെ. അപ്പൊ ഈ വീട്ടിലേക്കൊക്കെ കടക്കാർ കയറി വരുമോ? അങ്ങനെ അന്നത്തെ ഒരു ചിത്രം എന്തായിരുന്നു? വീട്ടിലേക്ക് നിരന്തരം കടക്കാർ കയറി വരുമായിരുന്നു. അച്ഛന് അധികം ജോലി എടുക്കാൻ പറ്റാത്ത അവസ്ഥ. അച്ഛൻ 10 ദിവസം വീട്ടിലും 20 ദിവസം ഹോസ്പിറ്റലിലും മരുന്നും ഒക്കെ ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോ ഈ പലിശകൾ ഇങ്ങനെ പലിശയ്ക്ക് വാങ്ങിക്കുകയാണല്ലോ ചെയ്യാം. അപ്പൊ ഈ പലിശകൾ ഇങ്ങനെ കൂടിക്കൊണ്ടുവരും. അച്ഛനൊരു പേരാണ് മേടിച്ചാ കൊടുക്കാത്തവൻ എന്നുള്ളത്, കടം വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കാത്ത ആളെന്ന്. അച്ഛൻ വളരെ അഭിമാനിയാണ്. പക്ഷെ അച്ഛന് നിവൃത്തിയില്ല, തിരിച്ചു കൊടുക്കാൻ വേറെ ആരുമില്ല, അച്ഛനെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. ഞാനൊക്കെ ജനിച്ചിട്ടല്ലേ ഉള്ളൂ. ഏക മകളാണോ? ഞാൻ ഒറ്റ മോളെ. അങ്ങനെ ഒരു അച്ഛന്റെ ഏക മകളാണ്. അതെ. അപ്പൊ എന്റെ അച്ഛൻ നിസ്സഹായ അവസ്ഥയിൽ പറയുമായിരുന്നു അവരടുത്ത്, ഒരുപക്ഷെ എനിക്ക് നിങ്ങളുടെ കടം തന്നു തീർക്കാൻ പറ്റില്ലെങ്കിലും എന്റെ മോള് വളർന്നു വരുന്നുണ്ട്, ഇവള് വലുതായിട്ട് ഉറപ്പായിട്ട് നിങ്ങളുടെ പൈസ തിരിച്ചു തന്നിരിക്കും എന്ന് എന്റെ അച്ഛൻ ചെറുതായിരിക്കണം എന്നെ വെച്ച് ചൂണ്ടിക്കാണിച്ച് പറയായിരുന്നു. അപ്പൊ എന്റെ അച്ഛൻ ഉറപ്പുണ്ടായിരുന്നു അച്ഛന്റെ മകള് ഇതെല്ലാം ഓവർകം ചെയ്യുന്നു. പക്ഷെ അദ്ദേഹത്തിന് അത് ഒരു 10ാം ക്ലാസ്സിലോ അങ്ങനെയൊക്കെ പഠിക്കും. അങ്ങനെ ആ ഒരു ടൈമിലാണ് വീട്ടിൽ പഠിക്കാനൊക്കെ ഉള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോ ആക്ച്വലി ഇവര് രണ്ടുപേരും, എന്റെ അച്ഛന് ഒട്ടും വിദ്യാഭ്യാസം ഇല്ല, പക്ഷെ എല്ലാ കാര്യങ്ങളും പക്ക അപ് ടു ഡേറ്റ് ആണ് അച്ഛൻ. ഏതൊരു ഇൻസിഡന്റിനെ കുറിച്ച് ചോദിച്ചാലും അത് ഇന്ന വർഷം, ഇന്ന മാസം, ഇന്ന തീയതിക്ക് നടന്നു എന്ന് ഓർത്തു പറയുന്ന ഒരാളാണ്. അമ്മ അത്യാവശ്യം പഠിച്ചിട്ടുണ്ട് നന്നായിട്ട്. ഈ ബന്ധുക്കൾക്കൊക്കെ സഹായമായിട്ട് അവർ വരുമായിരുന്നു അതോ അവർക്കൊക്കെ അച്ഛന് ഇഷ്ടമല്ലായിരുന്നു? അച്ഛനെ പൊതുവെ അച്ഛൻ ഒരു സ്ട്രെയിറ്റ് ഫോർവേഡായ മനുഷ്യനായിരുന്നു. അച്ഛന്റെ ആറ്റിറ്റ്യൂഡിനോട് നമ്മുടെ കുടുംബത്തിലെ ചില ആളുകൾക്കൊന്നും ദഹിക്കാൻ പറ്റില്ലായിരുന്നു. വലിയ താല്പര്യക്കുറവാ. അച്ഛന്റെ ഒരു ആറ്റിറ്റ്യൂഡ് അച്ഛൻ വെട്ടിത്തുറന്ന് പറയും. എന്തുണ്ടെങ്കിലും അച്ഛൻ ഒളിച്ചു വെക്കില്ല, മുഖത്ത് നോക്കി പറയും. മുഖത്ത് നോക്കി കാര്യം പറയുന്ന ആൾക്കാരെ പൊതുവെ സമൂഹത്തിന് താല്പര്യമില്ല. തീർച്ചയായിട്ടും അച്ഛന്റെ മോളല്ലേ. ജനപ്രിയതയുണ്ടോ? എന്നെ നന്നായിട്ട് അറിയുന്ന ആളുകൾക്ക് ഞാൻ പ്രിയങ്കരിയാണ്. പക്ഷെ ഞാൻ എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കാത്തവർക്ക് ഞാനൊരു എന്താ പറയാ കഥാപാത്രം. തീർച്ചയായും പഠിപ്പിക്കാനൊക്കെ കുട്ടിക്കാലത്ത് വീട്ടിൽ പണം ഉണ്ടായിരുന്നു അതോ? ഇല്ല സർ, ഇല്ല. പഠിക്കാൻ പറ്റും. അതാണ് എന്നെ ഇവിടെ എത്തിച്ചത്. ആക്ച്വലി ഇവര് പട്ടിണി കിടന്നിട്ടാണെങ്കിലും ഇവര് കഞ്ഞിവെള്ളം കുടിച്ചിട്ട് എനിക്ക് ചോറ് തന്നിട്ട് എന്നെ സ്കൂളിൽ അയക്കുമായിരുന്നു. ആ കാലഘട്ടത്തിൽ ഇപ്പൊ എന്റെ സ്കൂൾ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഞാൻ 89 പ്രൊഡക്റ്റ് ആണ്. അപ്പോ 93, 94 ആ സമയത്തൊക്കെയാണ് നമ്മുടെ ഈ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയത്തൊന്നും ഈ LKG UKG ട്രെൻഡിങ് അല്ല, അതൊക്കെ ഇപ്പോഴല്ലേ. ആ സമയത്തും എന്നെ ഇവർ LKG UKG മുതൽ പഠിപ്പിച്ചു. അതെങ്ങനെയാന്ന് സാർ ചോദിക്കും. ഇത്രയും ഗതിയില്ലാത്ത ആൾക്കാർ എങ്ങനെയാ? അതൊന്നും ലോണൊന്നും എടുത്തില്ല, അതിനുവേണ്ടി ലോണൊന്നും എടുത്തില്ല. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ പശു കച്ചവടക്കാരനാണ്, ഞാൻ പറഞ്ഞില്ലേ സാർ. അപ്പൊ ഈ കോൺവെന്റ് സ്കൂളിൽ അച്ഛൻ പാല് കൊടുക്കുമായിരുന്നു. അപ്പൊ അവിടുത്തെ സിസ്റ്റേഴ്സിനോട് അച്ഛൻ റിക്വസ്റ്റ് ചെയ്തു, എന്റെ മോളുണ്ട്, ഞാൻ ഇവിടെ കൊണ്ട് വിട്ടോട്ടെ എന്ന്. അവര് പറഞ്ഞു ധൈര്യത്തിൽ വിട്ടോളൂ സഹദേവാന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ അച്ഛൻ പറഞ്ഞ് പാല് കൊടുക്കുന്നു എന്ന കെയർ ഓഫില് എന്നെ ആ കോൺവെന്റ് സ്കൂളിൽ വിടുകയാണ് ചെയ്യണേ. അങ്ങനെ LKG UKG തൊട്ട് ഞാൻ പഠിക്കുന്നു. അവിടെ ഫ്രീ ആയിട്ടായിരുന്നു പഠിച്ചത്. അവിടെ നിന്നാണ് LKG UKG പിന്നെ ഗവൺമെന്റ് സ്കൂളിലേക്ക് മാറി. 1ാം ക്ലാസ് മുതൽ ഗവൺമെന്റ് സ്കൂളിലേക്ക് മാറി പഠിച്ചു. ഭയങ്കര സങ്കടമാണ്. അമ്മയ്ക്ക് എന്തെങ്കിലും ജോലി ചെയ്യാൻ പറ്റിയോ? ഇല്ല, എനിക്ക് ഈ പശുക്കൾക്ക് കറക്കണം, കൊടുക്കണം, അതിന് പുല്ല് ചെത്തണം, ഇതൊക്കെയായിരുന്നു എന്റെ പണി. കൂട്ടിമുട്ടിക്കാൻ കാരണം കടത്തിലാണല്ലോ. പാല് കൊടുത്ത് വരുമ്പോ തന്നെ പിണ്ണാക്കിന് പൈസ ഉണ്ടാവില്ല, ബാക്കി ഇത് കൊടുത്ത് പലിശ കൊടുക്കാനേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ച ആളാ ഞാൻ. അമ്മയെ കല്യാണം കഴിപ്പിച്ചത് അച്ഛനാണെന്ന് തോന്നുന്നു. ഇവൾക്ക് മൂത്തതൊന്നുണ്ട്, അവരെ കല്യാണം കഴിച്ചു. അവിടെ പ്രസവിച്ചയക്കാൻ ഞങ്ങളൊക്കെ അന്ന് ഞങ്ങളുടെ അതിലൊക്കെ പ്രസവിച്ചയക്കുമ്പോൾ നല്ലോണം കൊടുത്തില്ലെങ്കിൽ പെണ്ണ് വീട്ടിൽ വന്നിരിക്കും. പാലക്കാടൊക്കെ അങ്ങനെ ഉണ്ടോ? ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതാണ് എനിക്ക് ഈ തിരുവിതാംകൂർ ഭാഗത്തേക്കൊക്കെയാണ് ഈ സ്ത്രീധനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അന്ന് കൊടുത്തില്ല എങ്കിൽ പിന്നെ വരില്ല, എന്ത് തരും എന്ന് ചോദിച്ചിട്ടേ വരും. ഈ അച്ഛൻ വരുമ്പോ ചോദിച്ചിരുന്നോ? അല്ല, ആളത്തിന് പുരോഗമനമുള്ള ഒരാളായിരുന്നു. പുരോഗമനം ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ താങ്കള് പഠിക്കാനൊക്കെ പോയി.
അപ്പം പഠിക്കാനുള്ള സാമ്പത്തിക കാര്യങ്ങളൊക്കെ എങ്ങനെ ഡീൽ ചെയ്തു? അത് ഗവൺമെന്റ് സ്കൂൾ മറ്റേ ഇവിടെ ഫ്രീ ആയിട്ടല്ലേ സാർ ഞാൻ പഠിച്ചത്. LKG UKG ഒക്കെ ഫ്രീ ആയിട്ടായിരുന്നു. പിന്നീട് ഗവൺമെന്റ് സ്കൂൾ തന്നെ ആയിരുന്നല്ലോ. അപ്പോ അങ്ങനെ അത്ര വലിയ എക്സ്പെൻസ് ഒന്നുമില്ല. അതിനുള്ളതൊക്കെ ഇവർ എങ്ങനെയും. പിന്നെ എന്റെ ഈ അമ്മായില്ലേ, ഈ അമ്മായിക്ക് കല്യാണം കഴിച്ചു കൊടുത്തത് 2 കണ്ണും കാണാത്ത ഒരു അമ്മാവനാണ്. മരിച്ചുപോയി. പുള്ളി ഇല്ല. അവരുടെയൊക്കെ ബ്ലെസ്സിംഗ് ആണ് ഞാൻ ഇന്ന് ഇവിടെ എത്തിയത് സാർ ആക്ച്വലി. അപ്പൊ 2 കണ്ണും കാണാത്ത ആളാ. പെട്ടിക്കടയുണ്ട് പുള്ളിക്ക്. അപ്പൊ ഈ പെട്ടിക്കടയിൽ വരുന്ന ചില്ലറ പൈസയൊക്കെ കൂട്ടി വെച്ച് വീക്കെൻഡിൽ വരും. എന്നിട്ട് എനിക്ക് കൊണ്ടുതരും. മോളെ, ഇതുകൊണ്ട് നീ ബസ്സിന് പോകണം, ഇതുകൊണ്ട് നിനക്ക് ആവശ്യമുള്ള ബുക്ക് വാങ്ങിക്കണം എന്ന് പറഞ്ഞ് ഈ കണ്ണു കാണാത്ത മാമൻ കൂട്ടി വെക്കുന്ന പൈസ ഈ അമ്മായി പണിക്ക് പോയിട്ട്, പാടത്ത് പണിക്ക് പോകുന്ന അമ്മായി, അത് പാടത്ത് പണിക്ക് പോയിട്ട് എന്ത് പണിക്കാ പോകുന്ന അമ്മായി? പഞ്ചായത്ത് പണിക്ക് പോകും, കളപറിക്കാൻ പോകും, നടാനൊക്കെ പോകും. അതിപ്പോഴും പോവോ? ഓ, ഇപ്പോഴും പോവും. പഞ്ചായത്ത് പണി ലീവ് എടുത്തിട്ട് വന്നതാ. പഞ്ചായത്ത് പണി അവധി കൊടുത്തോ? അത് കസറി എന്തായാലും. ഓക്കെ. അപ്പൊ അങ്ങനെ ആ മാമൻ ഇങ്ങനെ ചില്ലറ പൈസകൾ കൊണ്ടുതരും. ഈ അമ്മായി പണിയെടുക്കണ പൈസയിൽ എനിക്ക് എല്ലാ ബർത്ത്ഡേക്കും ഡ്രസ്സ് വാങ്ങിച്ചു തരും, എനിക്ക് വളകൾ വാങ്ങിച്ചു തരും, മാല വാങ്ങിച്ചു തരും. അപ്പൊ ഇവരാണ് എന്റെ ബാല്യവും കൗമാരവും ഒക്കെ കളർഫുൾ ആക്കിയത്. ഓക്കെ. അപ്പൊ പക്ഷേ താങ്കൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തറവാട് വെക്കേണ്ടി വന്നു? അല്ല സാർ, അതിന് മുമ്പേ വിറ്റു. ആക്ച്വലി ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തറവാട്ട് വീട് വിറ്റു. അത് കഴിഞ്ഞിട്ട് കടം കയറി നിൽക്കക്കള്ളിയില്ലാതായിട്ട് ഈ വാങ്ങിയാ കൊടുക്കാത്തവൻ എന്ന പേര് വലിയൊരു ലേബലായി മാറിയിട്ട് അച്ഛ കൈക്ക് സൂയിസൈഡ് ചെയ്യണ്ട എന്ന് വെച്ചിട്ട് ചെയ്ത പരിപാടിയാണ് ആ തറവാട്ട് വീട് വെച്ചത്. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. അപ്പൊ ഞങ്ങൾ താമസിച്ചിരുന്ന കണ്ണാടി പഞ്ചായത്തിലായിരുന്നു. എന്നിട്ട് കണ്ണാടി പഞ്ചായത്തിന് തന്നെ മറ്റൊരു വാർഡിലേക്ക്, മറ്റൊരു ഭാഗത്തേക്ക് ഞങ്ങൾ താമസം മാറി. അതായത് ഈ വീട് വിറ്റു, കുറച്ച് കടങ്ങളൊക്കെ വീട്ടി, ബാക്കിയുള്ള കുറച്ച് പൈസക്ക് ഒരു കുഞ്ഞു സ്ഥലം വാങ്ങിച്ചു. അതും കടമൊക്കെ വാങ്ങിച്ചിട്ട് തന്നെയാ. പിന്നെ ലോൺ എടുത്ത് അതിലൊരു കൊച്ചു വീട് വെച്ചു. ആ വീട് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത്, ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് 2006 ആ വീടും വിറ്റു. അവിടുന്ന് വിറ്റിട്ടാണ് ഇപ്പൊ 3ാമത്തെ പൊൽപ്പുള്ളി പഞ്ചായത്തില് 3ാമതൊരു വീട് വെച്ചത്. ഈ സരിതയെ പഠിപ്പിക്കുന്നതിനോടൊക്കെ ബന്ധുക്കൾക്ക് യോജിപ്പായിരുന്നു അതോ? കട്ട വിയോജിപ്പായിരുന്നു സാർ. എന്താ കാര്യം? എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടിയല്ലേ പഠിക്കാനുള്ളൂ വീട്ടില്. അതായത് ഞാൻ ഒരു കുട്ടിയെ പഠിക്കാനുള്ളൂ. ഞാൻ അത്യാവശ്യം മോശമില്ലാതെ പഠിക്കുമായിരുന്നു. പിന്നെ എല്ലാ ആക്ടിവിറ്റീസിലും ഞാൻ സ്കൂളിലും കോളേജിലും ഒക്കെ ഉഷാറായിട്ട് നിൽക്കുമായിരുന്നു. ഇവരെ സംബന്ധിച്ച് എന്റെ കുടുംബത്തിൽ എല്ലാവരും അല്ല കേട്ടോ സാർ. ഇപ്പൊ കേൾക്കുന്ന ഓഡിയൻസ് മേ ബി വിചാരിക്കാം എല്ലാ കുടുംബക്കാരും അങ്ങനെയാണോ. അങ്ങനെയല്ല, ഒരു ചെറിയ വിഭാഗം ആളുകൾ, അതായത് നമ്മുടെ ബന്ധത്തിൽ ഏറ്റവും ക്ലോസ് ആയി നിൽക്കുന്ന ഒരു ചെറിയ വിഭാഗം ആളുകൾക്ക് എപ്പോഴും ഒരു ആറ്റിറ്റ്യൂഡ്, പെൺകുട്ടി എന്ന് പറഞ്ഞാല് അടുക്കള പണി ചെയ്യാനുള്ള ആളാ. ഇവളെ വീട്ടില് പണി പഠിപ്പിക്കുക, എന്തിനാ ഇങ്ങനെ പ്രസംഗിക്കാൻ വിടുന്നത്? അപ്പൊ കല്യാണം കഴിപ്പിച്ച് അയക്കാനുള്ള നീക്കം ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും സാർ. അതായത് കല്യാണം കഴിപ്പിച്ച് അയക്കാനുള്ള നീക്കം മെയിൻ ആയിട്ട് എന്നെ കെട്ടിയിടുക എന്നുള്ള ഒരു ഉദ്ദേശമായിരുന്നു. അതായത് കല്യാണം കഴിപ്പിച്ച് വിട്ടാ പിന്നെ ഞാനൊരു വീട്ടമ്മയായിട്ട് ഒതുങ്ങിക്കൂടും, എന്റെ പഠിത്തം ഉണ്ടാവില്ല. പറക്കാൻ തുടങ്ങി മീൻസ് ചിറകരിയാൻ വേണ്ടിയാണ് കല്യാണം ആലോചിച്ചത്. കല്യാണം കഴിപ്പിക്കാനുള്ള പൈസ വീട്ടിലുണ്ടായിരുന്നു? ഇല്ല, അതും ഇവര് തന്നിട്ട് വേണമല്ലോ സാർ. അത് ആക്ച്വലി കല്യാണം കഴിപ്പിക്കാനുള്ള റീസൺ 2 വീട് വിറ്റ് 3ാമത്തെ ഭാഗത്തേക്ക് വന്നു. അപ്പോഴേക്കും അച്ഛൻ ഒരുപാട് ക്ഷീണിതനായി, അസുഖം വന്നിട്ടും മാനസികമായ ബുദ്ധിമുട്ടുകളൊക്കെ ആയി. അപ്പോ ഇവര് പറഞ്ഞ റീസൺ എന്ന് പറയുന്നത്, അച്ഛൻ മരിച്ചാ പിന്നെ ഈ പെണ്ണിനെയും അമ്മേനെയും ആര് നോക്കും, ഈ കടമൊക്കെ അതാണ് അവര് റീസൺ പറയുന്നത്. ഇവളെ പെട്ടെന്ന് കെട്ടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഇവിടെ നിങ്ങളെ നോക്കാൻ ആരുമില്ല, നിങ്ങളുടെ കടം ഒറ്റെടുക്കാൻ ആരുമില്ല, അപ്പൊ ഇവളെ പെട്ടെന്ന് കെട്ടിച്ചയക്കണം എന്ന്, അതാണ് അവർ റീസൺ ആയിട്ട് പറഞ്ഞത്. പക്ഷെ ഇൻഡയറക്ട്ലി അവരുടെ ഉദ്ദേശം എന്നെ ഒന്ന് കെട്ടിയിടുക എന്നൂടെ. 19ാമത്തെ വയസ്സിൽ കെട്ടി. അറേഞ്ച്ഡ് മാരേജ്. പ്രണയത്തിനൊന്നും ആക്ച്വലി സാർ, പ്രണയമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമോ അതുപോലെ എന്താ പറയാ ഇന്നത്തെ പോലെ അല്ലല്ലോ സാർ. നമ്മള് ആ സമയത്ത് നോക്കിയ ഫോണല്ലേ ഉള്ളൂ, പിന്നെ കത്തുകളൊക്കെ തന്നെയല്ലേ ഉള്ളൂ. ഇത്രയും ബോൾഡായ ഒരു ജനറേഷൻ അല്ലല്ലോ അന്ന്. ഇന്നായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ബോൾഡായി പറയുമായിരുന്നു. പക്ഷേ അമ്മ പറഞ്ഞു അവിടെ ഈ സ്ത്രീധനത്തിന്റെ പ്രശ്നം ഉണ്ടെന്ന്. അപ്പൊ അങ്ങനെ താങ്കളുടെ കല്യാണത്തിന് ഈ പ്രശ്നം ഉണ്ടായോ? ആക്ച്വലി 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞപ്പോൾ തുടങ്ങിയിട്ട് എനിക്ക് പെണ്ണ് കാണൽ നടന്നുകൊണ്ടിരിക്കുക. അതൊരു വലിയ ചടങ്ങായിട്ട് ഇങ്ങനെ നടക്കലായിരുന്നു. അപ്പൊ ഒരുപാട് ആളുകൾ വന്നു. അവരൊക്കെ ഈ വീട്ടിൽ നിന്ന് എന്ത് കിട്ടാനാ, ഈ പെണ്ണിനെ കിട്ടിയിട്ട് എന്ത് കിട്ടാനാ, വയ്യാത്തൊരച്ഛൻ, 10 വയസ്സില്ല, മൊത്തം കടങ്ങളും, ഈ ഒരു പൊട്ടിപ്പൊളിഞ്ഞൊരു വീടും, ഇവളെ കെട്ടിയിട്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ലെന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോയ ഒരുപാട് പേരുണ്ട്. അതിനിടയിലാണ് എന്റെ ഇപ്പോഴത്തെ ഹസ്ബൻഡ് പുള്ളിയുടെ വീട് ഇപ്പൊ ഞങ്ങളുടെ പൊൽപ്പുള്ളി പഞ്ചായത്തിൽ തന്നെ. ഞങ്ങൾ മീൻസ് ഇവര് അമ്മയുടെ നാടാണ് ഈ പൊൽപ്പുള്ളി പഞ്ചായത്ത് എന്ന് പറയുന്നത്. മീൻസ് പുള്ളിക്കാരൻ അപ്പൊ നാസിക്കിലായിരുന്നു. പുള്ളി നാസിക്കിലായിരുന്നു ജോലി. പുള്ളിയുടെ ഫാമിലി എല്ലാം ഇവിടെ തന്നെയായിരുന്നു. പുള്ളിനെ കുറിച്ച് നല്ല ഡീസന്റ് ആണ് എന്നുള്ള റിപ്പോർട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അല്ല സാർ, ഞാൻ ഒത്തിരി കരഞ്ഞു പറഞ്ഞു, എനിക്ക് കല്യാണം വേണ്ട, എനിക്ക് കല്യാണം വേണ്ട. 19 വയസ്സ്. ഇവര് കല്യാണം 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ തുടങ്ങി എനിക്ക് പെണ്ണുകാളിൽ നടക്കുന്നുണ്ട്. കല്യാണം കഴിഞ്ഞത് 19ാമത്തെ വയസ്സ്. ചെറിയ പ്രായത്തിലെ കെട്ടിച്ചൂടാൻ തീരുമാനിച്ചെന്താ? കാരണം അച്ഛനൊക്കെ മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആരുമില്ലല്ലോ. ഒരു മരുമകൻ വന്നാൽ എന്റെ മകനെ പോലെ എന്നെ നോക്കും,
എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു എനിക്ക്. ആ. പക്ഷെ ദൈവം എന്നെ അവിടെ ഒന്നും വിട്ടില്ല. ആ അവിടെ നിന്നൊക്കെ എന്നെ തളർത്തി വന്നു. അതെന്റെ വിധിയായിരുന്നു. അവിടെ തളർന്നു പോയ അമ്മ. ഒരുപാട് ആ ഒരുപാട് തളർന്നു പോയി ഞാൻ. അമ്മയുടെ പ്രതീക്ഷ എന്താ അസ്ഥാനത്തായി പോയത്? വന്ന മരുമകൻ ആദ്യം വരുമ്പോഴൊക്കെ നല്ല സ്വഭാവമായിരുന്നു. ആ. പക്ഷെ അങ്ങേര് പിന്നെ അച്ഛൻ മരിച്ചതോടുകൂടി അവനാകെ മാറി എന്ന് പറഞ്ഞാൽ വേറൊരു തരത്തിലല്ല, ആ ആൽക്കഹോളിക് ഓ അത് ശരി. അഡിക്റ്റ് ആയ. ഓക്കെ ഓക്കെ. മാറാൻ അങ്ങനെ കാരണം എന്തെങ്കിലും ഉണ്ടായോ ജീവിതത്തിൽ? അങ്ങനെ കാരണമൊന്നുമില്ല. ആൽക്കഹോളിക്കായി. അത് എവിടെ വെച്ചാ? അത് നാട്ടിൽ വെച്ചാണോ നാസിക്ക് വെച്ചാണോ? കംപ്ലീറ്റ്ലി ആൽക്കഹോളിക്കാണ് തിരിച്ചറിഞ്ഞത് നാസിക്ക് വെച്ചാ. കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി എനിക്ക് പുള്ളി അത്യാവശ്യം ഡ്രിങ്ക് ചെയ്യുന്ന ആളാണ്. അപ്പൊ ഞാൻ വീട്ടിലൊക്കെ പറഞ്ഞപ്പോ അവര് പറഞ്ഞു അവൻ വല്ലപ്പോഴും അല്ലേ നാട്ടിലോട്ട് വരുള്ളൂ, ഇപ്പൊ ഫ്രണ്ട്സ് എല്ലാം കാണുമ്പോ കുടിക്കുന്നതായിരിക്കും. അത് ഈ കല്യാണം കഴിഞ്ഞപ്പോ എങ്ങനെയാ നിങ്ങൾ നാസിക്കിലേക്ക് പോയത്? ഇവിടെ തന്നെ നിന്നോ? അല്ല, കല്യാണം കഴിയുന്ന സമയത്ത് ഞാൻ വിക്ടോറിയ കോളേജിൽ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ പുള്ളിയോട് പറഞ്ഞത് എന്തായാലും എന്റെ ഡിഗ്രി കഴിയാതെ ഞാൻ എങ്ങോട്ടും വരില്ല. പുള്ളി അങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ തന്നെ കല്യാണം കഴിച്ചു. ഞാൻ പറഞ്ഞു അങ്ങോട്ട് ഞാൻ വരണമെങ്കിലും എന്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ എപ്പോഴാണ് ഈ നാസിക്കിലേക്ക് പോകാൻ തീരുമാനിച്ചത്? ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു, അതോടെ എന്റെ ഡെലിവറിയും കഴിഞ്ഞു. ഡിഗ്രിയും കഴിഞ്ഞു, ഇരട്ട കുട്ടികളെ ഞാൻ പ്രസവിക്കുകയും ചെയ്തു. അങ്ങനെ ഇവരുടെ ഡെലിവറി കഴിഞ്ഞതും ഞങ്ങൾ നാസിക്കിലേക്ക് പോയി. അപ്പൊ നമുക്കൊരു കഴിഞ്ഞു നാസിക്ക് നിൽക്കട്ടെ, നമുക്കിനി മത്സരിക്കണ്ടേ? അപ്പൊ മത്സരിക്കുമ്പോ ഈ ചൊടിയും ചുണയും വേണം. ഓക്കെ, GK 0 ആണ്, എന്റെ മാനം പോകുന്നുള്ളതാ പേടി. ഓക്കെ, PSC ഒക്കെ നടത്തുന്ന ആളാ? അല്ല സർ, പക്ഷെ ഞാൻ ഇംഗ്ലീഷാണ് PSCക്ക് പഠിപ്പിക്കുന്ന വിഷയം എന്ന് പറയുന്നത്. പിന്നെ എന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു സമരം എന്ന് പറയാലോ. നിലനിൽപ്പിന് വേണ്ടി എനിക്ക് നല്ല വരുമാനം ഉണ്ടോ? ഇപ്പൊ കുഴപ്പമില്ല സർ, ദൈവാനുഗ്രഹം കൊണ്ട് ജീവിച്ചു പോകും. അപ്പൊ നമുക്ക് എങ്ങനെയാ മത്സരിക്കുന്നത്? 10 ചോദ്യങ്ങൾ വഴി 1 കോടിയിൽ പോണോ? 20 ചോദ്യങ്ങൾ വഴി 1 കോടിയിൽ? 20 ചോദ്യങ്ങൾ വഴി പോവാം. ഇന്നിപ്പോ ഇങ്ങോട്ട് വന്നപ്പോ ആരോടെല്ലാം പറഞ്ഞു 1 കോടി അടിച്ചുകൊണ്ടായിരിക്കും ഞാൻ വരുന്നത്? അയ്യോ സാർ, ഇല്ല, എനിക്ക് GK ഒട്ടും ഇല്ലാത്തോണ്ട് അത് പറയാം. അമ്മയുടെ ഒരു പ്രതീക്ഷ എന്താ? അമ്മയിലാണ് എനിക്ക് കുറച്ചുകൂടെ വിശ്വാസം. ദൈവം സഹായിച്ചു വല്ലതും അങ്ങനെ ഒരു 1 കോടി വേണ്ടേ? അപ്പോ അല്ല, 1 കോടി കിട്ടണമെന്നല്ല, പ്ലാറ്റ്ഫോം തന്നെയാണ് ഏറ്റവും വലിയൊരു ഇത്. എന്റെ മോള് ഇവിടെ എത്താനായല്ലോ, അത് തന്നെയാണ് എന്റെ ഏറ്റവും വലിയ പുണ്യം. അപ്പൊ അമ്മായിക്കോ? അമ്മായിക്കോ തന്നെ. അമ്മായിക്ക് എത്രയാ പൈസ വേണ്ടത്? പൈസ അമ്മ ഇപ്പോഴും കൃഷിക്കൊക്കെ പോകുന്ന പറഞ്ഞ സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പൊ പാലക്കാട് വയൽപ്പാടങ്ങളൊക്കെ നികത്തിയിട്ടില്ലല്ലേ? നെല്ലറയല്ലേ നാട്? ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തൊന്നും നികത്തിയിട്ടില്ല. ഇല്ല, പാലക്കാട് ആ പരിപാടി ഇല്ലല്ലേ? ഓക്കെ മോനെ കുട്ടാ, 1 കോടി അമ്മയൊന്നും സഹായിക്കേണ്ടി വരും നിങ്ങൾ കേട്ടോ. ഏത് ക്ലാസ്സിലായെന്ന് പറഞ്ഞേ? 9th. രണ്ടുപേരും ഒരേ ക്ലാസ്സിൽ. അപ്പൊ 20 ചോദ്യങ്ങളോട് നമ്മൾ മുന്നോട്ട് പോകുന്നു. അപ്പൊ റെഡിയാണല്ലോ? മത്സരിക്കാൻ മനസ്സ് പാകപ്പെട്ടല്ലോ? അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ 10,000 രൂപയുടെ ചോദ്യമാണ്. 10,000 rupees. മോണിറ്റർ. താങ്കൾ പാട്ടൊക്കെ പാടാൻ താല്പര്യമുള്ള ആളാണോ? പാട്ട് പാടില്ല സാർ, ന്യൂസ് റീഡിങ്ങും ആങ്കറിംഗ് ഒക്കെ ആയിരുന്നു എനിക്ക് ഇഷ്ടമുള്ള മേഖല. എവിടെയെങ്കിലും ന്യൂസ് റീഡ് ചെയ്തോ? ഇല്ല സാർ, അതിനുള്ള ഭാഗ്യമൊന്നും. പാലക്കാട് കേബിൾ ശൃംഖലയൊക്കെ ഉണ്ടല്ലോ, അവിടെ വാർത്ത വായിക്കായിരുന്നല്ലോ. ഇല്ല സാർ, അതിനൊന്നും ഉള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. കുഴപ്പമില്ല, ചിലപ്പോ ഇനി ആയിരിക്കും എന്റെ സമയം വരാൻ പോകുന്നത്. ആദ്യം ഒരു പാട്ട് കേൾക്കാം, എന്നിട്ട് നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. പ്ലേ. ഇനിയാണ് ചോദ്യം. ആരാണ് മോഹൻലാലിനൊപ്പം ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ പൃഥ്വിരാജ് സുകുമാരൻ, ഓപ്ഷൻ ബി ദുൽഖർ സൽമാൻ, ഓപ്ഷൻ സി ഫഹദ് ഫാസിൽ, ഓപ്ഷൻ ഡി ആസിഫ് അലി. എനിക്ക് പൃഥ്വിരാജ് ആവാനാണ് സാധ്യത എന്നാണ് തോന്നുന്നത് സർ. മനസ്സിന് ഉറപ്പ് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നു, കാരണം ലാലേട്ടൻ കൂടുതലും രാജുവേട്ടനുമായിട്ടല്ലേ കോംബോ ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു സംശയം. ഓക്കെ, ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് പൂട്ടാം. പൂട്ടോ? പൂട്ടി. ഇതെന്തെങ്കിലും മൂക്കിടിച്ച് വീണാൽ എന്ത് ചെയ്യും? മൂക്കിടിച്ച് വീണാൽ പാലക്കാട് പോകും. ആദ്യത്തെ ചോദ്യത്തിന് തന്നെ മകൾ ഔട്ടായി എന്ന് വന്നാൽ സങ്കടമൊന്നുമില്ല, കാരണം ഇത്ര വലിയൊരു പ്ലാറ്റ്ഫോമിൽ വരാൻ തന്നെ പറ്റിയത് വലിയൊരു അയ്യോ ഇതായിട്ട് കരുതും. അമ്മ സന്തോഷിക്കത്തില്ല, അമ്മ ഇവിടെ കിടന്ന് കരയും കേട്ടോ എന്റെ മോള്. അല്ലേ? ഓക്കെ, അപ്പോ പൃഥ്വിരാജാണ് എന്ന് താങ്കൾ പറയുന്നു? അങ്ങനെ വിശ്വസിക്കുന്നു സർ, കൂടുതലും അങ്ങനെ ആയതുകൊണ്ട്. അങ്ങയുടെ വിശ്വാസം അങ്ങ് രക്ഷിക്കട്ടെ. തീർച്ചയായും സർ. ഉത്തരം ശരിയാണ്. താങ്ക് യു. അമ്മയ്ക്ക് സമാധാനമായല്ലോ. അപ്പൊ 10,000 രൂപ കിട്ടിയിട്ടുണ്ട്. 10,000 രൂപ. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. 20,000 രൂപയുടെ ചോദ്യമാണ്. കുട്ടേട്ടാ, സരിതയുടെ കാര്യമൊന്നും ഗണിച്ചില്ലേ? സരിത സഹദേവൻ, താങ്കളുടെ നല്ല കാലമാണ് ഇനിയുള്ള വർഷങ്ങളിൽ വരാൻ പോകുന്നത്. താങ്കളുടെ ആഗ്രഹങ്ങളെല്ലാം ഉടൻ തന്നെ സഫലമാകും. പ്രത്യേകിച്ച് താങ്കൾ ഒരു ന്യൂസ് റീഡറാവും എന്നുള്ളതിന് ഒരു സംശയവുമില്ല.
വളരെ അടുത്ത് തന്നെ താങ്കളെ തേടി അവസരങ്ങൾ എത്തും. താങ്ക് യു കുട്ടേട്ട, താങ്ക്സ് എ ലോട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് കുട്ടേട്ടൻ പറയുന്നത് നല്ല സമയമാണ്. ഇങ്ങനെ ഉള്ള സമയം പോക്കാതെ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. Sure. 20,000 രൂപയുടെ ചോദ്യം, 20,000 ചോദ്യം. ക്വസ്റ്റ്യൻ പ്ലീസ്. ഒരു ദൃശ്യമാണ് കാണിക്കാൻ പോകുന്നത്. LED-യിലേക്ക് നോക്കൂ, ഇത്തിരി വലിപ്പത്തിൽ കാണാം. ഇനിയാണ് ചോദ്യത്തിലേക്ക്. പാലക്കാട് ജില്ലയിൽ നിർമ്മിക്കുന്ന ഏത് വാദ്യോപകരണമാണ് 2018 പുറത്തിറക്കിയ ഈ സ്റ്റാമ്പിൽ കാണാനാവുന്നത്? ഓപ്ഷൻ എ മൃദംഗം, ഓപ്ഷൻ ബി മദ്ദളം, ഓപ്ഷൻ സി ചെണ്ട, ഓപ്ഷൻ ഡി കുറുകുഴൽ. മൃദംഗം ഇങ്ങനെ അടിക്കുന്നതാന്ന് എനിക്ക് തോന്നുന്നു സാർ. മദ്ദളം ആവാനായിരിക്കും സാധ്യത കൂടുതലും. നീ പൂട്ടാമോ? ആ സാർ, കൂട്ടിക്കോളൂ. ഏതാ പൂട്ടേണ്ടത്? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി മദ്ദളം എന്ന് പറഞ്ഞിരിക്കുന്നു. ഇപ്പം നെഞ്ചിലൊരു മദ്ദളം അടിക്കുന്നല്ലോ തോന്നുന്നു അല്ലേ? ആ സാർ. ഓക്കെ, ഓപ്ഷൻ ബി മദ്ദളം ഞാൻ പൂട്ടി. ഇനിയാണിപ്പോ പ്രശ്നം. അമ്മയുടെ മുഖം ഒന്ന് നോക്കി. ഇനി അമ്മായി ഒന്ന് രക്ഷിച്ച്. അവരെല്ലാരും ടെൻഷനാ സാർ. അപ്പൊ ഓപ്ഷൻ ബി. ഇത് തെറ്റിപ്പോയാൽ നാട്ടിലിറങ്ങാൻ പ്രശ്നമാവൂ. ആ, നാട്ടുകാർ പ്രശ്നമാവും. പാലക്കാട് ഓടിക്കും. കാരണം അവിടെ വേറെ നേരെയുള്ള റോഡല്ലാതെ വീട്ടിൽ ചെല്ലാൻ കുറുക്കുവഴി വല്ലതും ഉണ്ടോ അതുവഴി പോകാനായിട്ട്? ഇല്ല സാർ, ഇല്ല, നേരെ തന്നെ പോയി പറ്റൂ. നേരെ പോണം. അപ്പൊ ഓപ്ഷൻ ബി. അപ്പൊ മദ്ദളം താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റി എന്ന് ഇനി ആരും വിശ്വസിക്കണ്ട. ഉത്തരം ശരിയാണ്. താങ്ക് യു സാർ. 20,000 രൂപ മദ്ദളത്തിൽ കിട്ടി. Thank you, ഓക്കെ, sir. Thank you. 30,000 രൂപയുടെ ചോദ്യത്തിലേക്ക്. 30,000 ക്വസ്റ്റ്യൻ പ്ലീസ്. ഇനി ഒരു വീഡിയോ കാണിച്ചു തരാൻ പോവാണ്. ഓക്കെ, പ്ലീസ് സീ. ഓക്കെ, വീഡിയോ കണ്ടല്ലോ. ഈ രംഗത്തിൽ കാണുന്ന മത്സരത്തിന്റെ പേരെന്താണ്? ഓപ്ഷൻ എ മരമടി, ഓപ്ഷൻ ബി ജല്ലിക്കെട്ട്, ഓപ്ഷൻ സി ഓച്ചിറക്കളി, ഓപ്ഷൻ ഡി തായങ്കളി. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ഞങ്ങളുടെ നാട്ടിൽ ഇത് ഫേമസ് ആണ്. ആ. കാളപൂട്ട്. കാളപൂട്ട് കറക്റ്റ് ആണ്. ആ. പക്ഷേ കാളപൂട്ടിന്റെ പേര് തിരുവിതാംകൂർ ഭാഗത്തൊക്കെ ഉണ്ട്. തമിഴ്നാട്ടിലാണെങ്കിലാണ് മീൻസ് ഈ ജല്ലിക്കെട്ട് എന്ന് പറയുന്നത് അല്ലേ? അപ്പോ ഐ തിങ്ക് തിരുവിതാംകൂർ ഭാഗത്തേക്ക് അല്ലേ? ആ, എ ആവാൻ ഒരു സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു സാർ. മരമടി. മരമടി മഹോത്സവം അവിടെ വളരെ ഫേമസ് ആണ്. അപ്പൊ മരമടിയാണ്. താങ്ക് യു സാർ, താങ്ക് യു. സരിതയ്ക്ക് അപ്പൊ 30,000 രൂപ കിട്ടി. ആ. ഓക്കെ, നല്ല കാര്യം. ഇനിയിപ്പോ നമ്മള് നാസിക്കിലേക്ക് കല്യാണം കഴിച്ച് കയറിപ്പോയി അല്ലേ? അപ്പോഴത്തേക്കും ഡിഗ്രി ഒക്കെ കഴിഞ്ഞു. ഡിഗ്രി കംപ്ലീറ്റ് ആയി. 2 കുട്ടികളുടെ അമ്മയായി. അതുകൊണ്ട് ഒരു അമ്മയാവാനുള്ള മാനസിക പക്വതയൊന്നും വരാത്ത സമയത്ത് 2 കുട്ടികളെ വളർത്തേണ്ട സാഹചര്യം വന്നു അല്ലേ? ഒരുപാട് കരഞ്ഞു സാർ. എനിക്ക് ഗർഭിണിയാന്ന് പോലും എനിക്ക് അറിഞ്ഞത് 4ാമത്തെ മാസത്തിലാ. ഡോക്ടറെ അടുത്ത് പോയി അവര് ഗർഭിണിയാന്ന് പറഞ്ഞപ്പോ ഞാൻ അവിടെ കിടന്ന് കരയുമായിരുന്നു. അയ്യോ എനിക്ക് പഠിക്കണം എന്റെ പഠിത്തമൊക്കെ ബ്ലോക്ക് ആയി പോവല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് എനിക്ക് വേണ്ട വെക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഡോക്ടർ പറഞ്ഞു, എന്റെ കൊച്ചെ നീ ഇപ്പം 19ാമത്തെ വയസ്സ് കല്യാണം കഴിഞ്ഞു, 20, 21 ആ റേഞ്ചിലാകുമ്പോഴേക്കും അമ്മയാവും. അപ്പൊ നല്ല പ്രായമാണ്. ഈ പ്രായത്തിലൊക്കെ പ്രസവിച്ച വളരെ നല്ല കാര്യമല്ലേ? നിനക്ക് അത്യാവശ്യം നല്ല ഏജ് ആകുമ്പോഴേക്കും മക്കള് നിന്നോടൊപ്പം ആവില്ലേ? ഇതെന്തിനാ ഇങ്ങനെ ചിന്തിക്കുന്നത്? മക്കള് വേണ്ട, അങ്ങനെ വെക്കാനുള്ള നിയമം ഇപ്പൊ ഇല്ല. മക്കളെ വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു റൂൾ ഇല്ല എന്ന് പറഞ്ഞു. അവര് ഭയങ്കരമായിട്ട് അവിടെ ഡോക്ടേഴ്സ് ഒക്കെ എന്നെ ഭയങ്കര മോട്ടിവേഷൻ തന്നു. അത് കഴിഞ്ഞ് വേറൊരു തിരിച്ചടി. എനിക്കപ്പോ ഒട്ടും ആരോഗ്യമില്ല. കാണാൻ നല്ല വയറും മണ്ണൊക്കെ ഉണ്ടെന്നല്ലൂ, ബ്ലഡ് ഒന്നും ഇല്ലായിരുന്നു, വളരെ ലോ ആയിരുന്നു. അപ്പൊ പിന്നീട് അടുത്ത മാസം സ്കാൻ ചെയ്തപ്പോഴാ ട്വിൻസ് ആന്ന് പറഞ്ഞു. ഞാൻ അവിടെ കിടന്ന് തല കറി. എന്റെ ടെൻഷൻ എന്താ അറിയോ സാർ? സയാമിസ് ഇരട്ടകളെ പോലെ 2 തല ഒട്ടിയിട്ട് 2 കുഞ്ഞുങ്ങൾ വരും. ഇതൊക്കെ ഞാൻ ഫുള്ള് ടെൻഷൻ ആയിരുന്നു. ഇവര് 2 പേരും 2 ആണെന്ന് എന്റെ കൺമുമ്പിൽ കാണുന്നത് വരെ ഞാൻ ആലോചിച്ചു കൂട്ടിയത് ഈ ഡെലിവറിയോടുകൂടെ ഞാൻ മരിക്കും. അങ്ങനെ ഒരു ചിന്തയായിരുന്നു. പേടിയായിരുന്നു എനിക്ക്. ഡെലിവറിയോടുകൂടെ ഞാൻ മരിച്ചു പോകുന്ന ഒരു പേടി ഉണ്ടായിരുന്നു. ഈ 2 കൊച്ചുകൾ ഇങ്ങനെ ഒട്ടിയിട്ട് വന്നാൽ ഞാൻ എന്ത് ചെയ്യും? അപ്പൊ സയാമിസ് ഇരട്ടകളുടെ കഥയൊക്കെ വായിച്ചിട്ടുണ്ടോ ആ കാലത്ത്? അങ്ങനെയല്ല, ഞാൻ കേട്ടിട്ടുണ്ട് സാർ. സയാമിസ് ഇരട്ട കേട്ടിട്ടുണ്ട്. പിന്നെ 3ാമത്തെ ഏറ്റവും വലിയ ടെൻഷൻ എന്തായിരുന്നു അറിയോ? ഇത് 2 പെൺകുട്ടിയായാലോ എന്നതായിരുന്നു എന്റെ ഏറ്റവും വലിയ ടെൻഷൻ. എന്റെ അച്ഛനമ്മ ഒരു പെൺകുട്ടിയെ വെച്ച് അനുഭവിച്ച കഷ്ടം, അവരനുഭവിച്ച ഇൻസൾട്ട്, ഇവളെ ഞങ്ങൾ എങ്ങനെ കെട്ടിച്ചു കൊടുക്കും, എത്ര സ്വർണം വേണം, എത്ര പൈസ വേണം എന്നിവരെ ആലോചിച്ചു കൂട്ടിയ ടെൻഷനൊക്കെ കണ്ടു വളർന്നുകൊണ്ട് എനിക്കിത് 2 പെൺകുട്ടികളാകോ എന്നതായിരുന്നു അന്നത്തെ കാലം. ഇപ്പോഴാണ് ഞാൻ ഒരിക്കലും ചിന്തിക്കില്ല, എനിക്ക് പെൺകുട്ടികൾ മതിയെന്ന് ഞാൻ പറയുള്ളൂ സാർ. അന്ന് ഒരു 19കാരുടെ ചിന്തയാണിത്, എനിക്ക് 2 പെൺകുട്ടികളായാലോ എന്നുള്ള ടെൻഷൻ. ഈ 3 ടെൻഷനുമായിരുന്നു എന്റെ, എന്താ പറയാ, എനിക്ക് ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു. എല്ലാവരും എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ സന്തോഷിക്കുകയല്ലേ വേണ്ട ട്വിൻസ് ആണെങ്കിൽ എന്ന് പറഞ്ഞു. നേരെ തിരിച്ച് ഞാൻ ഈ 9 മാസവും ടെൻഷനിലൂടെയാണ് കടന്നുപോയത്.
അപ്പൊ ആ സമയത്ത് ഭർത്താവിന്റെ ഒരു സപ്പോർട്ടൊക്കെ എങ്ങനെയായിരുന്നു? ഭർത്താവ് ആ സമയത്തൊക്കെ നല്ല സ്നേഹമായിരുന്നു. പുള്ളിക്കാരനാണ്. അപ്പൊ ഇവിടെ എന്റെ അച്ഛന് വരുമാനമൊന്നും ഇല്ലല്ലോ സർ. അപ്പൊ പുള്ളിക്കാരൻ നാസിക്കുന്ന അയച്ചു തരുമായിരുന്നു പൈസ, എന്നെ ഹോസ്പിറ്റലിൽ കാണിക്കാനുള്ളത്, വീട്ടു ചെലവിനുള്ളത്, അച്ഛന് മരുന്ന് വാങ്ങിക്കാനുള്ളത്, ഇതൊക്കെ പുള്ളി ചെയ്യുമായിരുന്നു. ആദ്യത്തെ 2 വർഷം പുള്ളിക്കാരൻ ഞങ്ങളെ നന്നായിട്ട് നോക്കി. എൻഗേജ്മെന്റ് കഴിഞ്ഞ സമയം തൊട്ട് എന്റെ മക്കൾക്ക് 1 വയസ്സ് കഴിയുന്നത് വരെയും പുള്ളിക്കാരൻ ഞങ്ങളെ നന്നായി നോക്കി. ഇപ്പോഴും നല്ല സ്നേഹമാണ് ഞങ്ങളോടൊക്കെ. പക്ഷെ പുള്ളി ഈ ഒരു ഹാബിറ്റില്ലേ, ആൽക്കഹോളിക് ആണെന്നുള്ള ഇത് നാസിക്ക് ചെന്നപ്പോഴാണോ ബോധ്യപ്പെട്ടത്? നാസിക്ക് ചെന്നപ്പോഴാണ് ഇത് സിവിയർ ആയി മാറിയത്. അപ്പൊ മനസ്സിലായത്. അതെന്തുകൊണ്ടത് അങ്ങനെ പുള്ളി ഇത് കൂടുതൽ മദ്യപാനത്തിലേക്ക് പോകാൻ കാര്യം എന്തായിരുന്നു? കാര്യം പറയാം സർ. ഒന്ന്, ആദ്യം ഞങ്ങളെ മൊത്തം പുള്ളി അധ്വാനിച്ചാലേ നോക്കാൻ പറ്റുള്ളൂ. അപ്പൊ പുള്ളി ആൽക്കഹോളിക് കഴിക്കുമായിരുന്നു, ഒപ്പം ജോലി എടുക്കുമായിരുന്നു. ഇത് രണ്ടും ഒരുമിച്ച് പുള്ളിക്ക് അവിടെ ഈ ടയറിന്റെ ഒക്കെ വർക്കായിരുന്നു. അതിന്റെ റിസോൾവിങ്, അതിന്റെ പഞ്ചറിങ്, അതിന്റെ ടയറിന്റെ ഒരു ഷോപ്പായിരുന്നു. സ്വന്തമായിട്ട് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെയുള്ള ആൾക്കാർക്കൊക്കെ പുള്ളിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. എല്ലാം ഓക്കെയാണ്. പുള്ളിക്കാരൻ പക്കാ ഡീസന്റ് ആണ്. ഈ ഒരു ഹാബിറ്റ് ഒഴിച്ച് ബാക്കി മോശ സ്വഭാവം ഒന്നും പുള്ളിക്കില്ല. അപ്പൊ അങ്ങനെയായിരുന്നു പോയത്. പിന്നെ ഞാൻ അവിടെ പോയി ഒരു 4-5 മാസം കഴിഞ്ഞത് എനിക്ക് അവിടെ ഒരു സ്കൂളില്, അവിടുത്തെ ഒരു MLA-യുടെ സ്കൂളില് എനിക്ക് ടീച്ചറായിട്ട് ജോലി കിട്ടി. അല്ല, ഇംഗ്ലീഷ് ആയിരുന്നില്ല സാർ, ഹിസ്റ്ററിയാ പഠിച്ചത്. അപ്പൊ അവർക്ക് അവിടെ വേണ്ടത് നമ്മുടെ കേരളത്തിലുള്ളവരെന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര റെസ്പെക്റ്റാ. കാരണം ലിറ്ററസി റേറ്റ് നമ്മൾ ഹൈ നിൽക്കുന്നു, പിന്നെ അത്യാവശ്യം നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും എന്നതുകൊണ്ട് തന്നെ എന്നെ അവർ സ്കൂളിൽ അവരെ അപ്പോയിന്റ് ചെയ്തു. ചെറിയൊരു സാലറി ആണെങ്കിൽ പോലും. പിന്നെ അവിടുത്തെ നാട്ടുകാർക്ക് കേരളത്തിലെ മാഡം അല്ലേ, ഞങ്ങളുടെ മക്കളെയൊക്കെ ട്യൂഷൻ എടുക്കുമെന്ന് ചോദിച്ചിട്ട് കുറെ ട്യൂഷനും കുട്ടികൾ വന്നു. രാവിലെ നേരത്തെ രാത്രിയൊക്കെ ഞാൻ ഫുൾ ടൈം എൻഗേജ്ഡ് ആയി. അപ്പൊ എനിക്ക് വരുമാനം എന്ന് തുടങ്ങിയോ പുള്ളിക്കാരൻ സ്ലോലി വേറെ വഴിക്കായി തുടങ്ങി. പുള്ളിക്കാരന് മനസ്സിലായി എന്തിനും കരുത്തുള്ള ഒരു ഭാര്യ എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഇനിയിപ്പോ ഞാൻ ശരി അങ്ങോട്ട് ലാവിഷായാലും കുഴപ്പമില്ല എന്നൊരു ചിന്ത വന്നു. ഓവർ മദ്യപാനം, അതായത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ടൈം ഇതില്ലാതെ പറ്റാത്ത അവസ്ഥയും. പിന്നീട് ഷോപ്പിൽ തന്നെ പോവാതെ പുള്ളി വീട്ടിൽ കിടന്നുറങ്ങുമായിരുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ രാവിലെ നേരത്തെ 7 മണിക്ക് ട്യൂഷൻ തുടങ്ങും. 7 മണിക്ക് ട്യൂഷൻ തുടങ്ങി 9 മണിയാകുമ്പോഴേക്ക് സ്കൂളിൽ പോയി. ഞാൻ കഴിച്ചത് പാതി കഴിക്കാത്തത് പാതി ട്യൂഷൻ കഴിഞ്ഞ് നേരെ ഇറങ്ങി സ്കൂളിലേക്ക് പോകും. സ്കൂള് വിട്ട് വരുമ്പോൾ ഞാൻ സ്കൂൾ ബസ്സിലാണ് വരുന്നത്. ആ സ്കൂൾ ബസ്സിലെ 3/4 പിള്ളേർ എൻ്റെ പുറകെ തന്നെ ട്യൂഷന് വരും. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ഇത്രയും അവിടെ സ്കൂളിൽ ചെയറൊന്നും നമുക്ക് തരൂല. ഫുൾ ടൈം എന്ന് തന്നെ പഠിപ്പിക്കണം. ഇരിക്കാനും നിൽക്കാനും പറ്റില്ല. നമുക്ക് അമ്മയുണ്ട്. ഞാൻ അമ്മേനെ പോയി. വളരെ നല്ല ആൾക്കാരായിരുന്നു. പക്ഷെ നമ്മുടെ വിധി ഇങ്ങനെ ആയിരുന്നല്ലോ. വിധി എന്ന് പറഞ്ഞാല് ഇപ്പൊ ഹാപ്പിയാണ്. പക്ഷെ ആ സമയത്ത് മോൾക്ക് വരുമാനം വരിക, അവൻ തളരുക. അപ്പൊ എന്താവും സ്ഥിതി? ഈ 2 കൊച്ചുങ്ങള്. അമ്മ അവിടെ ഗോദാവരി റിവർ ആയിരുന്നു സാർ. എന്റെ അമ്മ പറയാറുണ്ട്, ഈ 2 കൊച്ചുങ്ങളില്ലെങ്കിൽ ഞാൻ ആ നദിയിൽ പോയി ചാടിയിട്ടുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വരുമ്പോൾ സ്കൂൾ വിട്ട് കുട്ടികളും എല്ലാവരും കൂടെയാണ് ഞാൻ ട്യൂഷന് വരുന്നത്. അപ്പൊ പുള്ളി ഇവിടെ ഒന്നല്ലെങ്കിൽ ഫുൾ മദ്യപിച്ച് TV കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ പുള്ളി കിടന്നുറങ്ങുന്നുണ്ടാവും. മദ്യപിച്ച് കിടന്നുറങ്ങണ്ടാവും. ഞാനാണെങ്കിൽ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡാണ്. എല്ലാ ഫീലിങ്സ് എനിക്ക് പെട്ടെന്ന് വരും. സങ്കടം, ദേഷ്യം, സന്തോഷം ഒക്കെ. അപ്പം ഇതിങ്ങനെ കാണുമ്പോ ഞാൻ എങ്ങനെ പ്രതികരിക്കും? പൊട്ടിത്തെറിക്കും. ഭയങ്കര ബഹളായിരിക്കും. പിന്നെ അവർക്കൊന്നും ഭാഷ അറിയാത്തതുകൊണ്ട് ഭയങ്കര ഞങ്ങൾ രക്ഷപ്പെട്ടു. അവര് മനസ്സിലാവും എന്തൊക്കെയോ കേരള ഭാഷയിൽ പറയുന്നുണ്ടെന്ന് മാത്രമേ മനസ്സിലാവുള്ളൂ. അവർക്ക് ഭാഷ അറിയില്ലല്ലോ. അവര് മറാഠികളാ, എല്ലാം മറാഠികളാ. നമുക്ക് ഇനി 40,000 ചോദ്യത്തിലേക്ക് പോയല്ലോ. 40,000. ഇന്ത്യയിൽ നൽകപ്പെടുന്ന തിരിച്ചറിയൽ രേഖയായ ആധാറിന്റെ നമ്പറിൽ എത്ര അക്കങ്ങളുണ്ട്? ഓപ്ഷൻ A 7, ഓപ്ഷൻ B 10, ഓപ്ഷൻ C 15, ഓപ്ഷൻ D 12. സാർ D ആണെന്ന് തോന്നുന്നു. 12 ഇങ്ങനെ 3 സെക്ഷൻ ആയിട്ടല്ലേ ഉണ്ടാവുക? D ആണോ? D ആണ്. പൂട്ടിട്ടോ? ഞാൻ D 12 ഞാൻ പൂട്ടി. യഥാർത്ഥത്തില് സരിത, താങ്കൾ എന്തുകൊണ്ടാണ് ഈ 12 പറയാൻ കാര്യം? ആധാർ കാർഡ് ഓർമ്മ വന്നു സാർ, എനിക്ക് മനസ്സിലായി. ഓർമ്മയിൽ പിഴവ് പറ്റിയോ എന്ന് എനിക്ക് സംശയം. എന്താ പറയാ? ശരിയാണെന്ന് പറയും. ശരിയാണ്. അതെങ്ങനെ തെറ്റായ കാര്യം ശരിയാണെന്ന് പറയാൻ പറ്റുമോ അമ്മേ? അങ്ങനെ പറയാൻ പറ്റുമോ? ശരിയാണ്. അമ്മ വളരെ ശുഭാപ്തി വിശ്വാസി അല്ലേ? നല്ല കാര്യം, നല്ലൊരു ക്യാരക്ടർ അത്. ഓപ്ഷൻ D 12. താങ്കൾ പറഞ്ഞ, അമ്മ പറഞ്ഞതുപോലെ താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ഓക്കെ, 12 ആണ് ശരി ഉത്തരം. അപ്പൊ 40,000 രൂപ. അപ്പൊ നമ്മൾ കൃത്യം മണി തരുന്നു. 40,000 രൂപ. ഓക്കെ, നമ്മളൊരു 40,000. എൻ്റെ അമ്മോ, ഇപ്പൊ പോയേനെ. ഓക്കെ, ഒരു കാര്യം ചെയ്യാം. ഇഷ്ടപ്പെട്ടോ? എല്ലാം ഇഷ്ടപ്പെട്ട അമ്മയ്ക്കാണ്. ഓക്കെ, ഫോട്ടോ എടുക്കണ്ടേ? ഫോട്ടോ അവസാനം എടുക്കും. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്കിനി 1,00,000 രൂപയുടെ ചോദ്യം. കുട്ടേട്ടാ പറയൂ. യെസ് ബോസ്. സരിത സഹദേവൻ, താങ്കൾ
പാലക്കാട് വിക്ടോറിയ കോളേജിലാണ് പഠിച്ചിരുന്നത് എന്ന് കുട്ടേട്ടൻ മനസ്സിലാക്കുന്നു. അതെ. താങ്കൾ പഠിച്ചിരുന്ന സമയത്ത് താങ്കൾക്ക് ഷാഫി എന്ന ഒരു സ്നേഹിതനുണ്ടായിരുന്നു. അദ്ദേഹം താങ്കൾക്കൊരു 8ന്റെ പണി തന്നതായി കുട്ടേട്ടൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ആരാണത് ഷാഫി? അയ്യോ, ഷാഫി മിക്കവാറും എന്നെ വീട്ടിൽ വന്ന് അടിച്ചോടിക്കും, പേര് പറഞ്ഞതുകൊണ്ട്. ആക്ച്വലി സർ, കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്കൊരു ഗ്യാങ് ഉണ്ടായിരുന്നു. എന്റെ ഇടവും വലമായിട്ട് 2 കൂട്ടുകാരികൾ ഉണ്ടായിരുന്നു. ഒരു ജ്യോതി ആൻഡ് ഒരു പ്രവീണ, അഡ്വക്കേറ്റ് പ്രവീണ. ഓക്കെ, അവൾ ഇപ്പൊ അഡ്വക്കേറ്റാ. മമ്മൂക്കയോടുള്ള ആരാധന മൂത്ത അഡ്വക്കേറ്റ് ആയ വ്യക്തി അവള്. ആരാധിച്ച് ഞങ്ങളെയൊക്കെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയിരുന്നു. മമ്മൂക്കയുടെ സിനിമ തിയേറ്ററിൽ റിലീസ് ആയാല് അവള് പൈസ എടുത്തിട്ട് കൊണ്ടുപോയിരുന്നു. അങ്ങനെ ആരാധന മൂത്ത് സത്യത്തിൽ ഞങ്ങൾ അതൊരു ടൈം പാസ് ആണെന്ന് വിചാരിച്ചേ. പക്ഷെ ആ ആരാധന അവള് അഡ്വക്കേറ്റ് ആക്കി മാറ്റിയെടുത്തു. അങ്ങനെ ഒരു സുഹൃത്ത് എനിക്ക് നല്ലത്. അപ്പം ഞങ്ങൾ 3 ആള് ഒരു ഗ്യാങ് ആയിട്ട് നടക്കും. അപ്പൊ ഈ കോളേജ് മൊത്തം ഞങ്ങൾ ക്ലാസ്സിൽ ഇരുന്നതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ കോളേജ് ക്യാമ്പസ് മൊത്തം കറങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ടീംസ് ആയിരുന്നു. അപ്പൊ ഞങ്ങളുടെ ക്ലാസ്സിലെ പയ്യനാണ് ഷാഫി, മുഹമ്മദ് ഷാഫി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ പെരുന്നാൾ അടുക്കാറായപ്പോ അവൻ പറഞ്ഞു, സരിത, പ്രവീണ, ജ്യോതി, നിങ്ങൾ 3 പേരെ മാത്രമേ നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ഗേൾസിനെ പെരുന്നാളിൽ ഇൻവൈറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ 3 പേരും എന്തായാലും വരണം എന്ന് ഡെയിലി ഇവൻ ഇത് പറയുമായിരുന്നു. അപ്പൊ നമുക്ക് അവനോട് നോ പറയാൻ പറ്റുന്ന അവസ്ഥ. ആദ്യമായിട്ടാണല്ലോ അവന്റെ വീട്ടിലേക്ക് പെരുന്നാൾ കൂടാൻ നമ്മളെ ക്ഷണിക്കുന്നത്. അപ്പൊ ഞങ്ങള് വീട്ടിൽ ഇതെങ്ങനെ അവതരിപ്പിക്കും? കാരണം ആ കാലഘട്ടത്തിൽ, അതായത് 2006-09 കാലഘട്ടമാണ് നമ്മുടെ ഡിഗ്രി കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് ഇങ്ങനെ അവധി ദിവസങ്ങളിലൊന്നും അങ്ങനെ പുറത്തേക്ക് വിടില്ല പെൺകുട്ടികളെ, ഇങ്ങനെ പുറത്ത് കറങ്ങാൻ പോകാൻ. ഇപ്പോഴൊക്കെ ആണെങ്കിൽ ഫൈൻ, ആ സമയത്തൊന്നും അങ്ങനെ കറങ്ങാനൊന്നും വിടത്തില്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഇവൻ ഡെയിലി പറയുന്നല്ലേ എന്ന് പറഞ്ഞ് ഞങ്ങൾ 3 പേരും തീരുമാനിച്ചു വീട്ടുകാരെ കരഞ്ഞു കാല് പിടിച്ചിട്ട് പറഞ്ഞ് സമ്മതിപ്പിച്ചു എന്റെ വീട്ടിലേക്ക് പോകണമെന്ന്. അങ്ങനെ വീട്ടിലൊക്കെ പറഞ്ഞ് സെറ്റായി. പെരുന്നാൾ ദിവസം അവധിയാണല്ലോ, കോളേജിനൊക്കെ അവധിയാണല്ലോ. അപ്പൊ ഞങ്ങൾ ഏർലി മോർണിംഗ് ആദ്യത്തെ ബസ്സിന് തന്നെ വന്ന് കോളേജിൽ എത്തിയിട്ട് ഇവൻ വന്ന് ഞങ്ങളെ പിക്ക് ചെയ്യുന്നു. ഇവൻ പറഞ്ഞത്, നിങ്ങൾ കോളേജിൽ എത്തിയിട്ട് എന്നെ വിളിക്കണം, എന്നിട്ട് ഞാൻ നിങ്ങളെ വന്ന് പിക്ക് ചെയ്തിട്ട് വീട്ടിലോട്ട് കൊണ്ടുപോയി പെരുന്നാളൊക്കെ കൂടി ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷം പോവാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചിറ്റൂരിൽ നിന്നാണ് സാർ വരുന്നത്. അത്യാവശ്യം നല്ല ദൂരമുണ്ട് ചിറ്റൂരിൽ നിന്ന് വിക്ടോറിയ എത്താനായിട്ട്. ഫസ്റ്റ് ബസ്സിൽ ഞാൻ വന്നു. ഇതിനേക്കാൾ വലിയ സീന് എൻ്റെ ഈ അഡ്വക്കേറ്റ് എന്ന് പറയുന്ന ഫ്രണ്ടില്ലേ, അവള് വരുന്നത് മണ്ണാർക്കാട് നിന്നാ. ഒരറ്റാണിത്. മണ്ണാർക്കാട് നിന്ന് പാലക്കാട് വിക്ടോറിയ കോളേജ് എത്തവറ 1.5-2 മണിക്കൂർ എങ്ങനെയാവും. അവളും ഫസ്റ്റ് ബസ്സിൽ വന്നു. പിന്നെ മറ്റേ ജ്യോതി എന്ന് പറഞ്ഞ കൂട്ടുകാരി അടുത്ത് തന്നെ ഉള്ളു, അവൾ അടുത്ത് തന്നെയാണ്, അവളും വന്നു. ഞങ്ങൾ 3 പേരും കോളേജ് എത്തിയിട്ട് ഇവനെ വിളിക്കുന്നു. ഇവൻ ഫോൺ എടുക്കുന്നേ ഇല്ല. ഞങ്ങൾ കഴിവിന്റെ പരമാവധി ശ്രമിച്ചു, കോൾ എടുക്കുന്നില്ല. അപ്പോഴാണ് മനസ്സിലായി ഇവൻ ഞങ്ങളെ പറ്റിച്ചതാണ്. ഇവൻ വിചാരിച്ചു കാണും ഇവരെന്തായാലും വരൂല, വീട്ടുകാരൊന്നും സമ്മതിക്കില്ല, ഇവർ വരില്ല എന്ന് വിചാരിച്ചിട്ട് ധൈര്യത്തിൽ വിളിച്ചതായിരിക്കും എന്ന് വിചാരിച്ചു. അവസാനം നോക്കുന്ന സമയം ഞങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള പൈസ മാത്രമേ കയ്യിലുള്ളൂ. വീട്ടിലാണെങ്കിൽ കരഞ്ഞു കാല് പിടിച്ച് പെർമിഷൻ തന്നതല്ലേ, വീട്ടുകാരോട് എന്തു പറയും? അവൻ വീട്ടിൽ കൊണ്ടുപോയില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ എങ്ങനെയെങ്കിലും വീട്ടുകാർക്ക് ഒരു പ്രൂഫ് ഉണ്ടാക്കണം ഞങ്ങൾ അവന്റെ വീട്ടിൽ പോയി ബിരിയാണി കഴിച്ചു എന്നുള്ളത്. അപ്പൊ എന്ത് ചെയ്യുന്ന ആലോചിച്ചപ്പോ പ്രവീണ പറഞ്ഞു, നമുക്ക് ബിരിയാണി കഴിച്ചാലോ. അപ്പൊ ഞാൻ പറഞ്ഞു, ബിരിയാണി കഴിക്കാൻ പൈസ എവിടെ എന്ന് ചോദിച്ചു. നീ പോയി അരി ആട്ടോ എന്ന് ചോദിച്ചു. ബിരിയാണി കഴിച്ചു കഴിഞ്ഞിട്ട് നീ അരി ആട്ടുവാണെങ്കിൽ നമുക്ക് 3 ആളും കൂടെ പോകാന്ന് പറഞ്ഞു. അതില്ല, നമുക്കൊരു കാര്യം ചെയ്യാം. ഞങ്ങളുടെ ഹോസ്റ്റലിൽ ലക്ഷദ്വീപിൽ കുറേ ചേട്ടന്മാർ അപ്പോൾ താമസിക്കുന്നുണ്ട്. ഗവൺമെന്റ് കോളേജ് ആയതുകൊണ്ട് ലക്ഷദ്വീപിൽ നിന്നൊക്കെ ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഇവരൊക്കെ അത്യാവശ്യം റിച്ച് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാരും കൂടെ ഹോസ്റ്റലിൽ താമസിക്കുന്നതുകൊണ്ട് തന്നെ കയ്യിൽ പൈസ ഉള്ള ടീംസാണ്. അപ്പം ഞങ്ങളിങ്ങനെ കോളേജ് ക്യാമ്പസിൽ ഇങ്ങനെ കിടന്ന് കറങ്ങും. ഇവർ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി നിങ്ങൾ ഇന്ന് എന്താ സാധാരണ ക്ലാസ് കട്ട് ചെയ്ത് കറക്കം, ഇന്നെന്താ നിങ്ങൾ വീട്ടിൽ നിന്ന് പറഞ്ഞ് പെർമിഷൻ സ്പെഷ്യൽ ക്ലാസ് എന്ന് പറഞ്ഞു ഇവിടെ കറങ്ങാണോ? അപ്പോൾ ചോദിച്ചു, അതൊന്നും അല്ല, വേറൊരു ആവശ്യത്തിന് വന്നതാന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം അവരോട് എന്തോ കള്ളം പറഞ്ഞു. എന്ത് കള്ളം പറഞ്ഞത് എനിക്കിപ്പോൾ ഓർമ്മയില്ല സാർ, ഒത്തിരി വർഷമായില്ലേ. അങ്ങനെ 3 ബിരിയാണിക്കുള്ള പൈസ ഞങ്ങൾ അവരോട് വാങ്ങിച്ചു. എന്നിട്ട് കോളേജിനടുത്തുള്ള റോയൽ ട്രീറ്റ് എന്ന് പറയുന്ന ഹോട്ടലിൽ പോയിട്ട് 3 പേരും ബിരിയാണി തട്ടി ഉച്ചവരെ കോളേജിൽ തന്നെ ടൈം സ്പെൻഡ് ചെയ്തു. കാരണം ഇവന്റെ വീട്ടിലിരുന്നു എന്ന് പ്രൂവ് ചെയ്യണമല്ലോ ഞങ്ങൾക്ക്. അങ്ങനെ വീട്ടിൽ പോയിട്ട് കയ്യിൽ കണ്ടോ ഷാഫിയുടെ വീട്ടിൽ നിന്ന് കഴിച്ച ബിരിയാണിയുടെ മണം എന്ന് പറഞ്ഞ വീട്ടുകാർക്ക് ഈ മണമൊക്കെ കൊടുത്ത് പിന്നെ ചോദിച്ചു അവന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്, ആരൊക്കെയോ ഉണ്ടെന്ന് കെട്ടുകഥകളെ പറഞ്ഞു. പത്തിരി കഴിച്ചു, അത് കഴിച്ചു, ഇത് കഴിച്ചു എന്നൊക്കെ അങ്ങോട്ട് നോണ അങ്ങോട്ട് തട്ടി വിട്ടു. വീട്ടുകാർ പോലും ഇത് എപ്പോഴും ഈ ഫ്ലോറിൽ നിന്നാണ് അറിയുന്നത് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നുള്ളത്. ഇനിയും 12 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്കാണ് താങ്കൾ പിടിച്ചെന്നുള്ളൂ. കുട്ടേട്ടാ, ലെവൽ 2. ഓക്കെ, മോണിറ്റർ പ്ലീസ്. ഏത് ഫലത്തിന്റെ ചുവന്ന ഇനത്തിനാണ് സംസ്കൃതത്തിൽ രക്തകദളി എന്ന പേരുള്ളത്? ഓപ്ഷൻ എ മാമ്പഴം, ഓപ്ഷൻ ബി വാഴപ്പഴം, ഓപ്ഷൻ സി കൈതച്ചക്ക, ഓപ്ഷൻ ഡി മുന്തിരി. കദളി എന്ന് പറയുമ്പോ വാഴപ്പഴം ആവാനാണ് സാധ്യത. 1.5 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. വിജയിച്ചാൽ 1.5 ലക്ഷം, തെറ്റിയാൽ 4000, പിന്മാറിയാൽ 20,000 രൂപ. ഇതൊക്കെ അമ്മയ്ക്കൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമായിരിക്കും കേട്ടോ. ഒരു പിടിവള്ളി എടുത്താലോ, സംശയം ഉണ്ടെങ്കിൽ ഊഹിച്ച് തെറ്റരുത്.
ചോദിച്ചാലോ അമ്മയോട്? ഏ? അമ്മയോട് അമ്മയോട് ചോദിച്ചാലോ? ചോദിക്കാല്ലേ? ചോദ്യം ഒന്ന് വായിച്ചു കൊടുക്കൂ. ന്യൂസ് റീഡർ ആവാൻ പോകുന്ന ആളല്ലേ, ഇത് വായിച്ചു കൊടുക്കൂ. ഏത് ഫലത്തിന്റെ ചുവന്ന ഇനത്തിനാണ് സംസ്കൃതത്തിൽ രക്തകദളി എന്ന പേരുള്ളത്? അപ്പൊ നിങ്ങൾ എല്ലാവരോടും ഒന്ന് ആലോചിച്ച് നല്ല കൂട്ടായിട്ട് പിടിച്ചാൽ ഇപ്പൊ കിട്ടും. അമ്മായിയൊക്കെ ഒന്ന് ആലോചിച്ചു. ചോദിച്ചാലോ? വാഴപ്പഴമാണെന്ന് ആ. എൻ്റെ ഒരു ഇത്. അമ്മ പറയുന്നു വാഴപ്പഴമാണെന്ന്. അമ്മയുടെ വിശ്വാസമുണ്ടോ? എനിക്കും വാഴപ്പഴം എന്നായിരുന്നു സാർ ആദ്യം ഡൗട്ട്. ഓക്കെ, അപ്പൊ ഡൗട്ടുള്ളത് പൂട്ടണമെങ്കിൽ പൂട്ടാം. ഞാൻ പൂട്ടാനായിട്ട് നിൽക്കല്ലേ ഇവിടെ. കദളി എന്നുള്ളത് കൊണ്ട് എനിക്ക് പഴന്ന ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ആ അമ്മയും അങ്ങനെ പറയണു. ആ കൂട്ടാൻ സാർ, ബി. വാഴപ്പഴം പൂട്ടാം അല്ലേ? ഓപ്ഷൻ ബി, വാഴപ്പഴം പൂട്ടി. അപ്പൊ ഇത് തെറ്റിന്ന് അറിഞ്ഞാൽ അമ്മയ്ക്ക് വിഷമാവൂ. ആവും. വിഷമാവും. ഓക്കെ, നേരത്തെ ഒരു വിഷമവും ഇല്ല, എനിക്കങ്ങ് പോയാ മതി എന്നായിരുന്നു. ഇപ്പൊ അതെല്ലാം പോയല്ലേ? ഓക്കെ, ഓപ്ഷൻ ബി വാഴപ്പഴം. എന്നാൽ താങ്കൾ പറഞ്ഞ ഉത്തരം നല്ല ഒന്നാന്തരം ശരിയാണോ തെറ്റാണോ? ശരിയാണ്. ഒന്നാന്തരം ശരിയാണ്. അപ്പൊ 1,00,000 രൂപ കിട്ടി. ഇനി നമുക്ക് 60,000 രൂപയുടെ ചോദ്യത്തിലേക്ക് പോയാലോ? 60,000. ക്വസ്റ്റ്യൻ പ്ലീസ്. ഏത് ഇംഗ്ലീഷ് അക്ഷരമാണ് ട്വിറ്ററിന്റെ പുതിയ ലോഗോയിലുള്ളത്? ഓപ്ഷൻ എ എക്സ്, ഓപ്ഷൻ ബി വൈ, ഓപ്ഷൻ സി യു, ഓപ്ഷൻ ഡി ഡബ്ല്യു. സാർ ധൈര്യത്തിൽ എ പൂട്ടിക്കോളൂ. എ പൂട്ടി. ഇനിയിപ്പോ മടിക്കേണ്ട കാര്യമില്ല. ഓപ്ഷൻ എ എക്സ്, എക്സ് പൂട്ടി. ഈ ഉത്തരം ശരിയാ. ശരിയാണോ? ശരിയാ. ഉറപ്പാണോ? ഉറപ്പാ. ഓക്കെ, എന്നാൽ ഉറപ്പിച്ചിരിക്കുന്ന ഉത്തരം ശരിയാണ്. അപ്പൊ 60,000 രൂപ കൈ കിട്ടി. ഓക്കെ, നാസിക്കിലേക്ക് നമ്മൾ മടങ്ങി പോകുന്നു. അവിടെ ചെല്ലുന്നു, ജോലി എടുക്കുന്നു, ട്യൂഷൻ എടുക്കുന്നു, അത്യാവശ്യം വരുമാനം കൂടുന്നു. ഭർത്താവ് ജോലി കുറയ്ക്കുന്നു, വരുമാനം കൂട്ടുന്നു. ജോലിക്ക് പോവാതെയായി. ജോലിക്ക് പോകാതെ അവസാനം അതിന്റെ വാടക, അവിടുത്തെ ലൈറ്റ് ബില്ല്, അവിടുത്തെ മാർവാടികളുടെ നിന്ന് വാങ്ങിച്ച പൈസ, ഇതൊക്കെ ചോദിക്കാനായിട്ട് അവര് എന്നെ തേടി വരാൻ തുടങ്ങി. അല്ല, അപ്പൊ ഈ കടം വാങ്ങിച്ചതും കൂടെ താങ്കളുടെ ബാധ്യതയായോ? തീർച്ചയായും. ഓൾറെഡി അച്ഛന്റെ കടങ്ങൾ ഉണ്ടായിരുന്നു. അച്ഛൻ മരിച്ചു. അവിടെ അതെല്ലാം കൂടെ എത്ര ലക്ഷം രൂപ വരും? അച്ഛൻ എവിടെ വെച്ചാ മരിച്ചത്? നാസിക്ക് വെച്ചാ മരിച്ചത്. അച്ഛനെ അമ്മയും അവിടെ കൊണ്ടുപോയി അല്ലേ? എനിക്ക് അച്ഛനും അമ്മയും പിരിഞ്ഞിരിക്കാൻ പറ്റില്ലായിരുന്നു. അവരെന്നെ അത്രയും പെറ്റായിട്ടാ വളർത്തിയത്. അപ്പൊ അവർക്ക് എന്നെ കാണാതെ ഇരിക്കാൻ പറ്റില്ല, എനിക്ക് അവരെ കാണാതെ ഇരിക്കാൻ പറ്റില്ല. പിന്നെ അവർക്ക് വേറെ ആരും ഇല്ലല്ലോ. അപ്പൊ ഞാൻ ഇവരെയും കൊണ്ടാണ് ഡെലിവറി കഴിഞ്ഞ് നാസിക്കിലേക്ക് പോകുമ്പോ അങ്ങോട്ട് പോയത്. ഭർത്താവ് ഓക്കെ ആയിരുന്നു അതിന്? പിന്നെ പുള്ളിക്ക് ഇവരെ വലിയ കാര്യ. പുള്ളി ഇപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഇരിക്കുന്നത്. പുള്ളിക്ക് അതിനൊന്നും കുഴപ്പമില്ല സാർ, ഒരു കുഴപ്പമില്ല. പുള്ളി ആൽക്കഹോളിക് ആണ് എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതിനപ്പുറം വേറെ എന്റെ അച്ഛനും അമ്മയും പുള്ളിക്ക് സ്വന്തം അച്ഛനമ്മനെ പോലെ തന്നെ ഇഷ്ടമാണ്. അതൊന്നും ഒരു പ്രശ്നമില്ല. ഒരു പ്രശ്നം ഇല്ല. അപ്പൊ പിന്നെ കടക്കാരി വന്നു ബുദ്ധിമുട്ടിച്ചു. അവിടെ അവര് ഇവരോട് ചോദിച്ചു, ഇയാളോട് ചോദിച്ചു, മാർവാടികളായിട്ടുള്ള ആളുകൾ ഇയാളോട് ചോദിച്ചു. കിട്ടില്ല എന്ന് ഉറപ്പായപ്പോ അവർക്ക് മനസ്സിലായി ഇനിയിപ്പോ വൈഫിനോട് ചോദിക്കേ വഴിയുള്ളൂ എന്ന് പറഞ്ഞ് അവര് വന്ന് എന്നോട് പൈസ ചോദിക്കാൻ തുടങ്ങി. പിന്നെ ആ നാട്ടിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇത് കൊടുക്കല്ലേ വഴിയുള്ളൂ സാർ. അങ്ങനെ അച്ഛന്റെ കട അവിടെ നിർത്തിയിട്ട് ഞാൻ ഇവരുടെ കടങ്ങൾ കൊടുത്തു തീർക്കാൻ തുടങ്ങി. ഈ അച്ഛൻ മരിക്കുമ്പോ അച്ഛന് ഒരു തോന്നലുണ്ടായിരുന്നു ഈ കടങ്ങളെല്ലാം ബാക്കിയാക്കി മകൾക്ക് ബാധ്യതയാക്കി പോവുകയാണ്? അച്ഛൻ ഏറ്റവും വലിയ സങ്കടം എന്താണെന്നറിയോ? എന്റെ അച്ഛൻ എന്നെ എത്ര വേഗം കല്യാണം കഴിച്ചു കൊടുക്കണം എന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. എന്റെ അമ്മാവന്മാരുടെ ഒക്കെ നിർബന്ധ പ്രകാരമാണ് എന്നെ തള്ളി വിടേണ്ടി വന്ന് എന്റെ അച്ഛൻ പറയും. എന്റെ അച്ഛൻ മരിക്കുന്ന സാധനം 2 ദിവസം മുമ്പ് പറഞ്ഞു, എന്റെ മോളെ കുഴിയിൽ ഇറക്കിയിട്ടാണ് ഞാൻ പോകുന്നത്, മരിച്ചവിടെയും എനിക്ക് സമാധാനം ഉണ്ടാവില്ല. അച്ഛൻ ആ ഒരു സങ്കടത്തോടെയാ പോയത്. കാരണം അച്ഛൻ ഞാൻ ഇങ്ങനെ ആവും അങ്ങനെ അച്ഛൻ കുഞ്ഞുതലേ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും എനിക്ക് ഇങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടി, എന്റെ ജീവിതം മൊത്തം താളം തെറ്റിപ്പോയി. അപ്പോ എന്റെ അച്ഛൻ പറഞ്ഞു, എന്റെ മോളെ ഞാൻ നടുക്കടലിൽ ഇറക്കിയിട്ടാണ് പോണത് എന്ന് എന്റെ അച്ഛൻ 2 ദിവസം ആശുപത്രിക്ക് പോകുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സങ്കടത്തോടു കൂടിയാണ് എന്റെ അച്ഛൻ മരിച്ചത്. ഹസ്ബൻഡിന് എപ്പോഴെങ്കിലും ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചോ? ഈ മദ്യപാനം കൂട്ടുമ്പോ കടവും കൂടും, പറഞ്ഞു സാർ, നമ്മൾ ഒരുപാട് പറഞ്ഞു. പക്ഷെ പുള്ളിക്ക് അത് മനസ്സിലാകുന്നില്ല, പുള്ളിക്ക് അത് നിർത്താൻ പറ്റുന്നില്ല. അഡിക്റ്റ് ആയി പോയി. അങ്ങനെയൊന്നും കൊണ്ടുപോയില്ല സാർ. കാരണം എനിക്കിനി അതിന്റെ പുറകെ നടന്നത്, എനിക്ക് ഈ ജോലി ചെയ്തിട്ട് വേണം എന്റെ മക്കളും ഞാനും എന്റെ അമ്മയും ഒക്കെ ജീവിക്കാൻ. അപ്പൊ ഇതിന്റെ പുറകെ ഡി അഡിക്ഷൻ സെന്ററിൽ പിന്നാലെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതിന് വേറെ പൈസ, അതിന് വേറെ സമയം. മാത്രമല്ല സാർ, ഈ കാര്യമൊക്കെ സ്വയം തോന്നേണ്ടതല്ലേ? പുള്ളിയുടെ കൺമുമ്പിൽ കാണുകയല്ലേ, പുള്ളി കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഒരു ഭാര്യ ഇത്രയും 2 മക്കളെയും വെച്ച് ഇത്രയും കഷ്ടപ്പെടുന്നു, ഇത്രയും കടങ്ങൾ വീട്ടാൻ ഒറ്റയ്ക്ക് അധ്വാനിക്കുന്നു. അപ്പൊ ഞാൻ സ്വയം തിരുത്തണം എന്ന് പുള്ളിക്ക് സ്വയം ബോധ്യപ്പെട്ട് തിരുത്തുമ്പോഴല്ലേ അത് മീനിങ് ഫുൾ ആകുന്നത്. അല്ലാതെ നമ്മൾ അവിടെ ഇരിക്കുമ്പോ നാസിക്ക് ഇരിക്കുന്ന സമയത്ത് പുള്ളി ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പുള്ളി ആവശ്യപ്പെട്ട പൈസ ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ കയ്യിൽ എന്താണോ കിട്ടുന്നത് അതൊക്കെ എടുത്തെറിയുമായിരുന്നു. ഇപ്പൊ അത് നടപ്പില്ലേ? ഇപ്പൊ നമ്മൾ അങ്ങോട്ട് എടുത്തിട്ട് എറിയും. ഇപ്പൊ പുള്ളി കയ്യാൻ കളിക്കൊന്നും വരത്തില്ല. നാസിക്കില് ഞാൻ 2010 തൊട്ട് 17 വരെ 7 വർഷം ഉണ്ടായിരുന്നു. പിന്നെ മടങ്ങി പോരാൻ കാര്യം എന്തായിരുന്നു? ഞാൻ കുറെ ആത്മഹത്യ ചെയ്താലോ എന്ന് ചിന്തിച്ചു സാർ.
കാരണം എന്റെ കടം കൂടുകയല്ലേ ഉള്ളൂ, കൂടുന്നേ ഉള്ളൂ, കടങ്ങൾ എന്റെ കുറയുന്നില്ല. അച്ഛന്റെ കടമുണ്ട്, ഹസ്ബൻഡ് കടമുണ്ട്, ഇതൊക്കെ കൂടി ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ വീട്ടും എന്നൊക്കെ ഞാൻ ആലോചിച്ചു. പക്ഷെ അങ്ങനെ ആലോചിച്ച സമയത്ത് എനിക്ക് ഓർമ്മ വന്നത്, അങ്ങനെ ഞാൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ കളിയാക്കിയ കുറെ ബന്ധുക്കളില്ലേ, എന്നെ പഠിപ്പിക്കാൻ വിട്ടതിനും ഞാൻ മറ്റുള്ളവരോട് ബോൾഡായി സംസാരിക്കുന്നതിനും എനിക്ക് അടുക്കള പണി അറിയില്ല എന്നതുകൊണ്ടും ഒക്കെ ഒരുപാട് കളിയാക്കലായിരുന്നു സാർ. നിന്റെ മോൾക്ക് എന്താ അറിയാം, ഡാൻസ് കളി അല്ലാതെ വേറെ വല്ലതും അറിയോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയവരാണല്ലോ. അപ്പൊ ഈ കളിയാക്കിയവരുടെ മുമ്പിൽ ഞാൻ തോറ്റു കൊടുക്കുമെന്ന് എനിക്ക് തോന്നിപ്പോയി. ആത്മഹത്യ ചെയ്യാൻ ആദ്യം ചിന്തിക്കുമ്പോൾ നെക്സ്റ്റ് മൊമെന്റ് ഞാൻ ചിന്തിക്കുന്ന ഇതാ, ഞാൻ ആത്മഹത്യ ചെയ്താൽ ഞാൻ ഇവരുടെ മുമ്പിൽ തോറ്റു കൊടുക്കുക ചെയ്യുന്നത്. പറ്റില്ല, അങ്ങനെ തോറ്റു കൊടുക്കാൻ പറ്റില്ലല്ലോ, ഞാൻ ജീവിച്ച് കാണിക്കണം എന്ന് തോന്നിയിട്ടാണ് ഇനിയിപ്പോ നാസിക് എന്തായാലും വേണ്ട, നാസിക് വേണ്ടെന്ന് തീരുമാനിച്ചു. എനിക്ക് അവിടെ നിന്ന് ഒരു പുരോഗതിയും കിട്ടുന്നില്ല, ഡെയിലി കടം കൂടി വരിക അല്ലാതെ ഒരു പുരോഗതി ഇല്ല. ഞാൻ തീരുമാനിച്ചു എന്തായാലും 16 ലക്ഷം രൂപ കടം ഉണ്ടായിരുന്നു. 16 ലക്ഷം രൂപ. അതിൽ കൂടുതൽ ഭർത്താവ് ഉണ്ടാക്കിയ കടമാണോ? അച്ഛന്റെ ഉണ്ട്, ഭർത്താവും ഉണ്ട്, രണ്ടുപേരും കൂടെ ഉണ്ടാക്കിയ കടമായിരുന്നു. അങ്ങനെ ഞാൻ തീരുമാനിച്ചു ഇനിയിപ്പോ എന്തായാലും നാട്ടിൽ പോയിട്ട് എന്തെങ്കിലും ചെയ്ത് ജീവിക്കാം. എന്തായാലും അവിടെ പോയി എനിക്ക് വാടക കൊടുക്കണ്ടല്ലോ സർ, വീട് ഒരു കുഞ്ഞു വീടാണെങ്കിൽ ഉണ്ടല്ലോ, അവിടെ താമസിച്ച് എന്തെങ്കിലും പണി ചെയ്ത് ജീവിക്കാം. 7 വർഷം പഠിപ്പിച്ചതിന്റെ ഒരു സ്വത്ത് എന്റെ കയ്യിലുണ്ടല്ലോ. 7 വർഷം ഞാൻ അതൊരു മറ്റൊരു സംസ്ഥാനത്ത് പോയി അവിടുത്തെ ഹിന്ദിയോ മറാഠിയോ അറിയാതെ, ഇനീഷ്യലി എനിക്ക് അറിയില്ലായിരുന്നു, പിന്നീട് ഞാൻ അവിടെ മിങ്കിൾ ചെയ്ത് ഈ 2 ഭാഷയും പഠിച്ചു. അങ്ങനെ അപ്പൊ എനിക്ക് ഒരു 7 വർഷത്തെ പഠിപ്പിച്ച ഒരു പരിചയമുണ്ട്, ആ സമ്പത്തുണ്ടല്ലോ, എന്റെ അച്ഛനമ്മ തന്ന വിദ്യാഭ്യാസം. പിന്നെ ഞാൻ അവിടെ നിന്ന് PGയും ചെയ്തു, PG ചെയ്തു. പിന്നെ 7 വർഷത്തെ പരിചയമായി, അധ്യാപന രംഗത്ത് പരിചയമായി. അപ്പൊ എനിക്ക് തോന്നി എനിക്ക് ജീവിക്കാൻ അത്യാവശ്യം എന്റെ കയ്യിൽ എന്റെ അച്ഛനമ്മ തന്ന ഈ 2 സ്വത്ത് എനിക്കുണ്ട്. അപ്പൊ എങ്ങനെയും പിടിച്ചു നിൽക്കാം നാട്ടിൽ പോയാൽ എന്നൊരു ധൈര്യത്തിൽ തിരിച്ചിങ്ങോട്ട് പോകും. ഓക്കെ, അപ്പൊ 70,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുന്നു. 70,000 മോർണിംഗ്. ഏത് സുഗന്ധ വ്യഞ്ജനമാണ് കേരളത്തിന്റെ കാശ്മീർ എന്നറിയപ്പെടുന്ന കാന്തല്ലൂരിൽ അടുത്തിടെ പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ചെയ്ത് വിജയിപ്പിച്ചത്? ഓപ്ഷൻ എ കുങ്കുമപ്പൂവ്, ഓപ്ഷൻ ബി ഏലം, ഓപ്ഷൻ സി ഗ്രാമ്പു, ഓപ്ഷൻ ഡി തക്കോലം. കുങ്കുമപ്പൂ ആവാനാണ് സാധ്യത. കൂട്ടിയാലോ സർ കുങ്കുമപ്പൂവ്? അപ്പൊ താങ്കൾ കുങ്കുമപ്പൂവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അത് പൂട്ടാന്നാ പറയുന്നല്ലേ? കാശ്മീരിൽ കൂടുതലും കുങ്കുമപ്പൂവല്ലേ സാർ ഉണ്ടാവുക? പൂട്ടട്ടോ? കൂട്ടിക്കോ. പൂട്ടി. കാന്തല്ലൂർ, വട്ടവട ഈ ഭാഗത്തൊക്കെ പോയിട്ടുണ്ടോ ഇടുക്കിയിലെ? ഇല്ലല്ലേ, അവിടെ ആ ഏരിയയിലൊന്നും പോയിട്ടില്ല. അപ്പൊ ഓപ്ഷൻ ഡി കുങ്കുമപ്പൂവ്. അപ്പോ ഈ താങ്കൾ പറഞ്ഞ ഉത്തരം, ഐ എം വെരി സോറി, താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. സാർ എന്നെ ടെൻഷൻ അടുപ്പിച്ച് കൊല്ലും. പേടിച്ചോ? പേടിച്ചു. 70,000 രൂപ ഇപ്പൊ കൈ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് 80,000 രൂപ ചോദ്യത്തിലേക്ക് പോയാലോ? ക്വസ്റ്റ്യൻ പ്ലീസ്. ഇനി പറയുന്നതിൽ പ്രധാന പട്ടണങ്ങളിൽ നിന്നും മാറിയുള്ള സ്റ്റേഷനുകളിൽ റോഡ് എന്ന് ചേർക്കാത്ത പേരുള്ള റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ഓപ്ഷൻ എ നിലമ്പൂർ, ഓപ്ഷൻ ബി ചോറ്റാനിക്കര, ഓപ്ഷൻ സി വൈക്കം, ഓപ്ഷൻ ഡി ഇരിങ്ങാലക്കുട. ഇവയിൽ പ്രധാന പട്ടണങ്ങളിൽ നിന്ന് മാറിയുള്ള സ്റ്റേഷനുകളിൽ റോഡ് എന്ന് ചേർക്കാത്ത പേരുള്ള റെയിൽവേ സ്റ്റേഷൻ. നിലമ്പൂർ റോഡ്. ചില സ്റ്റേഷന്റെ പേരിന്റെ കൂടെ റോഡ് എന്ന് കാണും, എന്നാൽ ഇത് ചേർക്കാത്ത പേരുള്ള റെയിൽവേ സ്റ്റേഷന്റെ പേരാണ് ഈ 4 ഓപ്ഷൻസിൽ ഒരെണ്ണം. അതേതാണ് എന്നാണ് ചോദ്യം. ഇതിൽ നിലമ്പൂർ റോഡ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. 80,000 രൂപയുടെ ചോദ്യമാണ്. വിജയിച്ചാൽ 80,000, തോറ്റാൽ പരാജയപ്പെട്ടാൽ 7,000 രൂപ, പിൻവാങ്ങിയാൽ 35,000. ഓക്കെ, കുട്ടേട്ടനോട് ചോദിച്ചാലോ? ഓക്കെ, കുട്ടേട്ടനോട് ചോദിക്കാം. കുട്ടേട്ടൻ ഇതെല്ലാം അറിഞ്ഞു വെച്ചോണ്ടിരിക്കുന്ന ആളാ. കുട്ടേട്ടാ. യെസ് ബോസ്. സരിത സഹദേവൻ, ഇത് കുട്ടേട്ടന്റെ ആദ്യത്തെ പിടിവള്ളി. 2 ഓപ്ഷൻ പറയും, അതിൽ 1 ശരി ഉത്തരമാണ്. എ നിലമ്പൂർ, ഡി ഇരിങ്ങാലക്കുട. നിലമ്പൂരും ഇരിങ്ങാലക്കുടയിലും 1 ശരിയാണ്. അതെ, ഇരിങ്ങാലക്കുട ആയിരിക്കും. നിലമ്പൂർ റോഡ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇരിങ്ങാലക്കുടയാണോ പൂട്ടാൻ താങ്കൾക്ക് താല്പര്യം? ഇനിയിപ്പോ അതേ വഴിയുള്ളൂ. അപ്പൊ ഇരിങ്ങാലക്കുട പൂട്ടാം അല്ലേ? ഇരിങ്ങാലക്കുട പൂട്ടാൻ കോൺഫിഡന്റ് ആണല്ലോ? നിലമ്പൂർ റോഡ് ഇരിങ്ങാലക്കുട പൂട്ടാം. ഓപ്ഷൻ ഡി ഇരിങ്ങാലക്കുട പൂട്ടി. താങ്കൾ പറഞ്ഞ ഉത്തരം എങ്ങനെ ഇങ്ങോട്ട് വന്നത്? കാറില്. ആ കാർ ഇവിടെ കിടപ്പുണ്ടല്ലോ. ഓക്കെ, കാര്യം നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ അങ്ങോട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പോകാം എന്ന് ഞാൻ കരുതുന്നു. താങ്കൾ പറഞ്ഞ ഉത്തരം നിർഭാഗ്യവശാൽ ഓപ്ഷൻ ഡി ആയതുകൊണ്ട് അത് ശരിയായി മാറും. ഉത്തരം ശരിയാണ്. യു ആർ റൈറ്റ്, ഇരിങ്ങാലക്കുട. അപ്പൊ 80,000 രൂപ. അപ്പോ താങ്കൾക്ക് യഥാർത്ഥ ഈ നാസിക് എന്ന് വരുമ്പോ യഥാർത്ഥത്തിൽ തീരെ പണം കയ്യില്ലായിരുന്നു. ഈവൻ ഇങ്ങോട്ട് വണ്ടി കയറാനുള്ള ടിക്കറ്റ് പോലും
എടുക്കാൻ പറ്റില്ല, അത്രയ്ക്കും ബുദ്ധിമുട്ടായോ? ടിക്കറ്റ് എടുത്തിരുന്നു സാർ. ആക്ച്വലി എനിക്ക് ഒരു മാസം മുമ്പ് ഞാൻ പ്ലാൻ ചെയ്തു. ഏപ്രിലാണ് വെക്കേഷൻ. അപ്പോൾ ഏപ്രിൽ വരണമെന്ന് പ്ലാനിൽ ടിക്കറ്റ് എടുത്തു. ഓക്കെ, ഞാൻ ഹസ്ബൻഡിനോട് പറയാതെ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് എടുത്തത് പുള്ളിക്കാരൻ കണ്ടു. പുള്ളിക്കാരൻ എടുത്തത് കീറിക്കളഞ്ഞു. ടിക്കറ്റ് കീറി. അദ്ദേഹത്തിന് ഇങ്ങോട്ട് വരാൻ താല്പര്യമില്ലായിരുന്നു. അതെന്തുകൊണ്ടത്? കാരണം ഞങ്ങൾ മാത്രമേ, എനിക്കും അമ്മയ്ക്കുള്ള ടിക്കറ്റ് അല്ലേ ബുക്ക് ചെയ്തത്. അപ്പൊ പുള്ളിക്കാരന് ഞങ്ങളെ വിടാൻ താല്പര്യമില്ലായിരുന്നു. പുള്ളിക്കാരൻ ടിക്കറ്റ് കീറിക്കളഞ്ഞു. അതെന്താ ഭർത്താവിനെ നാട്ടിലേക്ക് കൊണ്ടുവരേണ്ട തീരുമാനിക്കാൻ കാര്യം? അല്ല സാർ, ഈ പുള്ളിക്കാരൻ ഈ ഒരു അവസ്ഥയിൽ വന്നിട്ട് പുള്ളിയുടെ ബേർഡൻ കൂടെ ഞാൻ ഏറ്റെടുക്കണോ അങ്ങനെ ഒരു ടെൻഷൻ അല്ല, അപ്പൊ താങ്കൾ ബന്ധം മുറിച്ചു പോകുന്നതോ? ഇല്ല, ബന്ധമൊന്നും മുറിച്ചില്ല. ഞങ്ങൾ തമ്മിൽ ഹസ്ബൻഡ് വൈഫ് തന്നെയാണ്. അപ്പം പുള്ളീനെ അവിടെ വിട്ടിട്ട് ഇങ്ങോട്ട് വരാനുള്ള തീരുമാനമായിരുന്നു ഞങ്ങളുടേത്. പുള്ളി അവിടെ എന്തോ ചെയ്തോട്ടെ, ഇനി ഇങ്ങനെ കുടിച്ച് നശിക്കുക എന്തേലും ചെയ്തോട്ടെ. എനിക്ക് അത്രയും പിടിച്ചു നിൽക്കാൻ മടുത്തു സാർ. ഞാൻ പറഞ്ഞില്ലേ, ആത്മഹത്യ ചെയ്യാതിരുന്നത് ഈ പറഞ്ഞ ഇൻസൾട്ട് ചെയ്ത ആളുകളോടുള്ള ഒരു വാശിക്ക് മാത്രമാണ് ഞാൻ ആത്മഹത്യ ചെയ്യാതെ പിടിച്ചു നിന്നത്. അങ്ങനെ ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് എടുത്ത് അതിലൊരു ഇൻസിഡന്റ് സാർ, ഞാനത് ഇവിടെ പറയാൻ മുൻപിൽ തന്നെയായിരുന്നു. അപ്പൊ അമ്മ തടഞ്ഞില്ലേ? തടഞ്ഞിട്ട് എന്താ ചെയ്യും? അമ്മ പറഞ്ഞാൽ കേൾക്കുമായിരുന്നോ പുള്ളിക്കാരൻ? കേൾക്കില്ല. ഇതിനിടയിൽ ഒരു കാര്യം പറയട്ടെ, അമ്മ പറഞ്ഞത് പുള്ളിക്കാരൻ കേൾക്കും. എങ്ങനെയാ അറിയോ? എനിക്ക് കുറച്ച് ഗോൾഡ് ഇവര് തന്നിട്ടുള്ളൂ. അതും അവരിവരൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടാണ് എനിക്ക് കല്യാണത്തിന് കുറച്ച് ഗോൾഡ് തന്നത്. അപ്പൊ ഞാൻ അങ്ങനെ ഗോൾഡ് ഒന്നും ഇടുന്ന ഒരാളല്ല. ഞാൻ ക്ലാസ്സിൽ പോകുന്ന ഒരു കുഞ്ഞു കമ്മൽ, ഒരു കുഞ്ഞു ചെയിൻ ഇട്ടിട്ട് അവിടെ ക്ലാസ് എടുക്കാൻ പോവാ. അപ്പോൾ ഈ ഗോൾഡ് ഉണ്ടല്ലോ, ബാക്കിയുള്ള എന്റെ കുറച്ച് ഗോൾഡ് ഉണ്ടല്ലോ, അമ്മ എന്തു അറിയോ, മോനെ നീ നിർത്ത്, ഇങ്ങനെ കുടിക്കല്ലേ, ഇങ്ങനെ നശിക്കല്ലേ എന്നൊക്കെ പറയുമ്പോൾ പുള്ളിക്കാരൻ്റെ അടുത്ത് അമ്മ പറയും, നീ ശബരിമലയ്ക്ക് മാലയിട് എന്ന് അമ്മ പറയും. അപ്പോൾ പുള്ളിക്കാരൻ ഒരു കണ്ടീഷൻ വെക്കും, ഞാൻ മാലയിടാം, നിങ്ങൾ ആ ചെയിനൊന്ന് എനിക്ക് തരൂ. ഈ ചെയിൻ കൊണ്ട് കുറച്ച് പൈസ പുള്ളി കിട്ടുമല്ലോ പണയം വെച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ചോദിക്കും. അപ്പൊ അമ്മ പറയും, നീ മാല ഇടുകയാണെങ്കിൽ ഞാൻ ഈ ചെയിന് തരാം. അപ്പൊ അമ്മയുടെ വിചാരം എന്താ, പുള്ളിക്കാരൻ ഈ 90 ദിവസം കുടിക്കാതിരിക്കും. അപ്പൊ അമ്മ പറയും, നീ 90 ദിവസം കുടിക്കാതെ വ്രതം എടുത്തിട്ട് വേണം മലയ്ക്ക് പോകാനായിട്ട്. അപ്പൊ അമ്മയുടെ വിചാരം ഈ 90 ദിവസം പുള്ളി ആൽക്കഹോൾ തൊടാതിരിക്കുമ്പോൾ എന്ത് പറ്റും, അതിനോടൊരു ഡിറ്റാച്ച്മെന്റ് വരുമല്ലോ. ആ ഒരു തിങ്കിങ്ങിലാണ് അമ്മ എന്നോട് പോലും പറയാം. എന്നെക്കാൾ കൂടുതൽ എന്റെ അമ്മ പുള്ളീനെ സ്നേഹിച്ചതാ. അവർക്ക് ആൺമക്കളില്ലല്ലോ, അത്രയും സ്നേഹിച്ചതാ എന്റെ അച്ഛനും അമ്മയും പുള്ളീനെ. അങ്ങനെ എന്നോടൊന്നും പറയാതെ ഈ ഗോൾഡ് എടുത്ത് കൊടുക്കും. പുള്ളിക്കാരൻ ഇതുകൊണ്ട് പണയം വെക്കും. അതിങ്ങനെ മാസങ്ങളായി പലിശയൊന്നും അടയ്ക്കാതെ അതെന്താവും, പെറ്റ് പെരുകി അതൊരു വലിയ ശബരിമല പോലുള്ള വ്രതം കാണത്തില്ല. ഈ പൈസ ഈ മാല അമ്മ കൊടുക്കുമ്പോ മാല ഇടും. മാല ഇട്ടാലേ അമ്മ ചെയിന് കൊടുക്കുള്ളൂ. ആ പുള്ളി മാല ഇടും. മാല ഇട്ട് ഈ ചെയിന് കിട്ടിക്കഴിഞ്ഞു ഒരാഴ്ചയുള്ളിൽ പുള്ളിക്കാരൻ നാട്ടിലേക്ക് വണ്ടി കയറും, ശബരിമലയ്ക്ക് പോകും, മാല അഴിക്കും, നാസിക്കിൽ തിരിച്ചെത്തും. ഇതാണ് പുള്ളിയുടെ പണി. അപ്പൊ ഓക്കെ, നന്നായി. പിന്നെ കുടി തുടങ്ങും അല്ലേ? ശക്തിയായിട്ട് കുടിക്കും. അപ്പൊ ഈ നാസിക്കില് അവസാനം പിന്നെ എങ്ങനെയാ? പുള്ളി ടിക്കറ്റ് കീറി കളഞ്ഞല്ലോ, പൈസ ഇല്ല എടുക്കാൻ. പിന്നെ എനിക്ക് വീണ്ടും എടുക്കാൻ പൈസ ഇല്ല. അങ്ങനെ എന്റെ ഒരു സുഹൃത്ത് പാലക്കാട്ട് നിന്ന് ടിക്കറ്റ് എടുത്ത് ഞങ്ങൾക്ക് അങ്ങോട്ട് അത് കൊറിയർ ചെയ്ത് തന്നിട്ടാണ് ആ ടിക്കറ്റിൽ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. ഭർത്താവിനെ ഇങ്ങോട്ട് വന്നോ? ഞങ്ങൾ വന്ന് ഒരു 5-6 മാസം കഴിഞ്ഞതും പുള്ളിക്കാരൻ വന്നു. നിങ്ങൾ വിളിച്ചു വരുത്തിയതാണോ? അല്ല, പുള്ളിക്കാരൻ തനിച്ച് അവിടെ ഉണ്ടായിരുന്ന ഗ്യാസ് കുറ്റി, ഫ്രിഡ്ജ്, അവിടെ ഉണ്ടായിരുന്ന സകല സാധനവും വിറ്റു. എല്ലാ സാധനവും വിറ്റ്. ഇവൻ ഞാൻ അവിടെ അല്ല പുള്ളി ഇതൊക്കെ വിറ്റ്, അല്ല ഇതൊക്കെ വിറ്റ് കുടിച്ച് കഴിഞ്ഞിട്ടാ വന്നത്. എല്ലാം കഴിഞ്ഞു, അതെല്ലാം കാലിയായി. പിന്നെ ഇനി വേറെ സോഴ്സ് ഒന്നും ഇല്ലല്ലോ. പിന്നെ ആരും പൈസ കൊടുക്കില്ല. ഞാൻ അവിടെ എസ്കേപ്പ് ആയി അവിടെ ഉള്ളവർക്ക് മനസ്സിലായില്ലോ. ഇനി ആരും പൈസ കൊടുക്കില്ല എന്ന് കണ്ടപ്പോ പുള്ളിക്കാരൻ അവിടെ നിന്ന് കയറി. ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ കൂടെ തന്നെയായിരുന്നു. നമ്മള് അമ്മ ഇപ്പോഴും കൂടെയുണ്ട്, കൂടെയൊക്കെ ഉണ്ട്. കുറഞ്ഞിട്ടൊന്നുമില്ല സാർ, കൂടെ തന്നെ ഉണ്ട്. പക്ഷെങ്കില് എല്ലാവരും എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയും, ഈ ഒരു 10-34 വയസ്സാകുമ്പോഴേക്കും നീ എന്തിനാ ഇങ്ങനെ ഒരാളെ സഹിക്കുന്നത്? ഇപ്പോഴത്തെ തലമുറയിൽ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ഉള്ള ആളുകളെ വെച്ചിരിക്കോ? ഡിവോഴ്സ് ചെയ്ത് വേറെ ലൈഫ് തേടി പോവല്ലേ ചെയ്യാം. അപ്പൊ ഞാൻ ആലോചിക്കും, ഞാൻ ഒന്നുമല്ലാതെ ആ പൊട്ടിപ്പൊളിഞ്ഞ വീട്ടിലിരുന്ന് ഇരിക്കുന്ന സമയത്ത് ഒരുപാട് ചെക്കന്മാർ എന്നെ പെണ്ണ് കാണാൻ വന്നില്ലേ? അവരൊക്കെ ഇവിടെ നിന്ന് എന്ത് കിട്ടാനാന്ന് പറഞ്ഞ് തിരിച്ചു പോയപ്പോ ഈ പുള്ളിക്കാരനാണ് എനിക്ക് ഈ പെൺകുട്ടി മതി എന്ന് പറഞ്ഞ് എന്നെ കല്യാണം കഴിക്കാൻ തയ്യാറായത്. അതിനുശേഷം എന്റെ അച്ഛനെ ആശുപത്രിയിൽ കൊണ്ടുപോയതും ഞങ്ങളെ നോക്കിയതും ഒക്കെ ഈ പുള്ളിക്കാരനാണ്. അപ്പോ ഞങ്ങളെ പുള്ളിയുടെ കഥയൊക്കെ മാലോവരെ അറിയാം ഈ പ്രോഗ്രാം വഴി അല്ലേ? പുള്ളി ഇപ്പോഴും പറയുന്നത് എന്താ അറിയോ, എന്നെ കെട്ടിയത് കൊണ്ടാണ് നിനക്ക് ഈ ഭാഗ്യമൊക്കെ വന്നത്. നീ ഇത്രയും വലിയ പുള്ളി മാത്രമല്ല, നമുക്ക് ഇത്രയും സമയത്ത് സംസാരിക്കാൻ പറ്റുന്നതും പുള്ളി കാരണമാണ്. പുള്ളി ഇപ്പൊ ഒരു പരിപാടി ഇല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? ഞാൻ കല്യാണം കഴിച്ചു, നാസിക്ക് പോയി സുഖമായിട്ട് ജീവിച്ചു. ഓക്കെ, ഇപ്പൊ ഈ കടവൊക്കെ കയറ്റിയത് കൊണ്ടല്ലേ ടെൻഷൻ ഒക്കെ ഉണ്ടായത് അല്ലേ അമ്മേ? രാവിലെയും കൂടി സാറേ പറയാൻ വരുമ്പോ മരുമകൻ പറയണേ, എന്നെ കെട്ടിയത് കൊണ്ടാണ് എനിക്ക് അവിടെ ഫ്ലവേഴ്സിൽ പോകാൻ പറ്റിയത് 1 കോടി. അത് പറഞ്ഞല്ലേ? ഓ, നല്ല മനുഷ്യൻ കേട്ടോ നിങ്ങൾ അല്ലേ? അപ്പൊ താങ്കളോട് ഞാൻ ഫ്ലവേഴ്സ് 1 കോടി കുപ്പിയിലല്ല കേട്ടോ അല്ലേ? ഓക്കെ, റെഡി. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അപ്പൊ നമുക്കൊരു 40,000 രൂപയുടെ ഒരു ചെറിയ ഒരു ബിസിനസ് നമ്മൾ ചെയ്യാനുണ്ട്. 40,000 രൂപയിലേ തന്നിട്ടുള്ളൂ. അപ്പൊ 80,000 കിട്ടിയല്ലോ. അപ്പൊ 40 അങ്ങോട്ട് തരാനുണ്ട്. അപ്പൊ ആ 40 തന്നിട്ട് നമുക്ക് മേലോട്ട് പോയി കഴിഞ്ഞാല് ഒരു സമാധാനമുണ്ട്.
ഓ അടിച്ച നോട്ടിന്റെ ആ അമ്മച്ചി ചൂട് മാറിയിട്ടില്ല കേട്ടോ. ഓക്കെ, അങ്ങോട്ട് നോക്കിക്കോളൂ, ഫോട്ടോ എടുത്തോട്ടെ. ലാഫ് പ്ലീസ്. ഓക്കെ, താങ്ക് യു. അപ്പോ 80,000 രൂപ. അപ്പൊ അടുക്കിയൊക്കെ വെച്ചോളൂ. ചിലപ്പോ അവിടെ മൊത്തം ഇത് മൊത്തം അങ്ങോട്ട് ഇറങ്ങി വരാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നു. കുട്ടേട്ടൻ പറയുകയും ചെയ്തല്ലോ. അപ്പൊ ഇനി 1 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്കാണ് കുട്ടേട്ടാ. ലെവൽ 3. അപ്പൊ 1 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. ചോദ്യത്തിലേക്ക് പോട്ടോ. താങ്കൾ റെഡിയാണോ? റെഡിയാണ്. ക്വസ്റ്റ്യൻ പ്ലീസ്. കേരളത്തിലെ ഏത് മേഖലയിലെ വനപാലകരുടെ ജീവിതം അടിസ്ഥാനപ്പെടുത്തിയാണ് ദ ഗേറ്റ് കീപ്പേഴ്സ് ഓഫ് സാൻഡൽവുഡ് എന്ന ഡോക്യുമെന്ററി വാർത്താ ചാനലായി 24 പുറത്തിറക്കുന്നത്? ഓപ്ഷൻ എ പറമ്പിക്കുളം, ഓപ്ഷൻ ബി അഗസ്ത്യാർകൂടം, ഓപ്ഷൻ സി മറയൂർ, ഓപ്ഷൻ ഡി കാസർഗോഡ്. ദ ഗേറ്റ് കീപ്പേഴ്സ് ഓഫ് സാൻഡൽവുഡ്. 1 ലക്ഷം രൂപയുടെ ചോദ്യം. ഏതാണ് മനസ്സിൽ കിടുങ്ങിയത്? മറയൂർ എന്നാ തോന്നുന്നു എനിക്ക്. ഈ ചന്ദനമൊക്കെ കൂടുതൽ അവിടെയല്ലേ? അപ്പൊ ഏതാ? നമ്മൾ സമയം കളയണ്ട. ഓക്കെ, മറയൂരാണ് സർ. പൂട്ടട്ടോ ഞാൻ? പൂട്ടിക്കോളൂ. ഓപ്ഷൻ സി മറയൂർ പൂട്ടി. കറക്റ്റ് ആണോ? ഈ അമ്മച്ചി കൊള്ളാലോ. ഓക്കെ, അപ്പൊ റെഡി. അപ്പൊ ഓപ്ഷൻ സി മറയൂർ അല്ലേ? ഉത്തരം ശരിയായിരിക്കുമോ? ശരിയായിരിക്കും സാർ. ഞാൻ അവിടെയാണ് ഈ ചന്ദനം എന്ന് പറയുമ്പോ എനിക്ക് അതാണ് കണക്ട് ചെയ്യാൻ തോന്നുന്നത്. ആയിരിക്കാം അല്ലേ? അപ്പൊ 1 ലക്ഷം രൂപയ്ക്ക് സാധ്യതയുണ്ടോ? സാധ്യത. എന്നാൽ താങ്കളെ ഞെട്ടിപ്പിക്കുന്ന ആ സത്യം വരാൻ പോകുന്നു. താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ് എന്ന് പറയാൻ ആർക്കും പറ്റില്ല. ഉത്തരം ശരിയാണ്. 1 ലക്ഷം രൂപ കിട്ടി. അപ്പൊ ഈ 1 ലക്ഷം രൂപ ഇപ്പൊ കിട്ടിയാൽ ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നത് ഇമീഡിയറ്റ് ആയിട്ട്? ഇപ്പൊ അത്യാവശ്യം കാശൊക്കെ ആയല്ലോ. കുഴപ്പമില്ല. എന്നാലും ചെറുതായിട്ട് ഒരു വീടൊക്കെ ഒറ്റയ്ക്ക് വെക്കുമ്പോ സാർ ഒബ്വിയസ്ലി ഒരു വീട് വെച്ച് കഴിഞ്ഞു അല്ലേ? എവിടെയാ വീട് വെച്ചത്? ഇപ്പം ഞാൻ താമസിക്കുന്ന പുൽപ്പള്ളി പഞ്ചായത്തിൽ. ഈ വീട് വെക്കാൻ ഉള്ള മണിയുടെ സോഴ്സ് എങ്ങനെയായിരുന്നു? ഒരുപാട് കടമായിട്ടല്ലേ വന്നത്? കടമായിട്ടാ സാർ വന്നത്. കടമായിട്ട് വന്ന് പാലക്കാട് ഇറങ്ങി എന്റെ ആ വീട്ടില് കുഞ്ഞു വീട്ടില് താമസം ആരംഭിച്ചു. അങ്ങനെ എന്റെ ഒരു ആന്റിയാണ് എന്നെ സജസ്റ്റ് ചെയ്തത്. PSCക്ക് ഇംഗ്ലീഷ് പഠിപ്പിച്ച നല്ല സ്കോപ്പാണ്, ഇംഗ്ലീഷാണ് ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ള സബ്ജക്ട് എന്നൊക്കെ എന്റെ ഒരു ആന്റിയാണ് എനിക്ക് അഡ്വൈസ് ചെയ്തത്. അങ്ങനെയാണ് ഞാൻ ഈ PSC ഫീൽഡിലേക്ക് വന്നു വിടുന്നത്. അതുവരെ ഒരു PSC എക്സാം പോലും എഴുതാതിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം എന്റെ ആന്റി പറഞ്ഞു, ആന്റി പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു ഡെമോ ക്ലാസ് എടുക്കാൻ നിനക്ക് ഒരു അവസരം തരാം. ആ ഡെമോയിൽ നീ നന്നായി പെർഫോം ചെയ്താൽ നിനക്ക് ഇതാണ് മേഖല. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റെക്കമെൻഡേഷൻ ഒന്നും പറ്റില്ല. കഴിവുണ്ടെങ്കിൽ മാത്രം അവരവിടെ നിലനിർത്തും. കാരണം നിന്നെക്കാളും പ്രായത്തിൽ മൂത്തവരാണ് നിന്റെ മുമ്പിൽ ഉദ്യോഗാർത്ഥികളായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ ഇംഗ്ലീഷ് എടുക്കാം എന്നൊരു ധൈര്യത്തിൽ മേമ അയച്ചു തന്ന കുറെ ബുക്കൊക്കെ റെഫർ ചെയ്തിട്ട്, എന്താണ് PSC പരീക്ഷ ഞാൻ എഴുതിയിട്ടേ ഇല്ല സാർ, അതുവരെ ഒരു പരീക്ഷ ഞാൻ എഴുതിയിട്ടില്ല. അങ്ങനെ മേമ തന്ന ബുക്കിലെ സംഭവങ്ങളൊക്കെ വെച്ചൊരു നോട്ട് തയ്യാറാക്കിയിട്ട് ഞാൻ ഡെമോ എടുക്കാൻ പോകും. ഈ ഡെമോ എടുക്കാൻ പോകുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് ചിക്കൻ ബോക്സ് കൊണ്ടാണ് വന്നേ. നാസിക്കിന്ന് മുഖത്ത് മൊത്തം ഈ ചിക്കൻ ബോക്സിന്റെ പാടുകളാണ്. അപ്പൊ നല്ല പാടുകളുണ്ട്. അപ്പോൾ ശരിക്കും ഞങ്ങൾ കുറെ ദിവസം കഴിയാതെ പുറത്തിറങ്ങാൻ പാടില്ല എന്നൊക്കെ പറയും. പക്ഷെ എന്റെ ഗതികേടാണ് സാർ. കാരണം എന്റെ ഒന്നും ഇല്ല. എന്റെ മക്കൾ പിറ്റേ ദിവസം കഞ്ഞി കുടിക്കണമെങ്കിൽ ഞാൻ പോയിട്ട് വേണം, എന്തെങ്കിലും കിട്ടിയിട്ട് വേണം, എന്തെങ്കിലും വരുമാന മാർഗം കിട്ടിയിട്ട് വേണമല്ലോ. അങ്ങനെ ഞാൻ അവിടെ ക്ലാസ് എടുക്കാൻ വേണ്ടി പോയി. ക്ലാസ് എടുക്കാൻ പോയപ്പോൾ എന്നെ പാലക്കാടിലൊരു ലീഡിങ് സ്ഥാപനമായിരുന്നു ടാലന്റ് എന്ന് പറഞ്ഞിട്ട്, അതിലായിരുന്നു പോയത്. അപ്പൊ അവർ അവിടുത്തെ സീനിയർ മോസ്റ്റ് ബാച്ചിലാണ് എന്നെ കൊണ്ടിട്ടത്. ഞാൻ 2 കൽപ്പിച്ച് അച്ഛനെ മനസ്സിൽ വിചാരിച്ച് ഈ കണ്ണ് കാണാത്ത മാമനൊക്കെ അപ്പോഴേക്കും മരിച്ചു പോയിരുന്നു. ഇവരൊക്കെ മനസ്സിൽ വിചാരിച്ച് ഞാൻ 2 കൽപ്പിച്ച് അങ്ങ് കയറി എന്റെ അച്ഛന്റെ അനുഗ്രഹം, ഇവരുടെയൊക്കെ അനുഗ്രഹം എന്ന് പറയട്ടെ സാർ, എനിക്ക് വളരെ നന്നായിട്ട് ആ ക്ലാസ്സിൽ പെർഫോം ചെയ്യാൻ പറ്റി. 7 വർഷം നാസിക്കിൽ ഞാൻ ഉണ്ടാക്കിയെടുത്ത ആ ഒരു എക്സ്പീരിയൻസ് എന്നെ ചതിച്ചില്ല. ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ അവിടെ നന്നായി പെർഫോം ചെയ്തു. ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിയ ആ ഉദ്യോഗാർത്ഥികൾ ഓഫീസിൽ പോയിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഈ ടീച്ചറുടെ ക്ലാസ് മതി ഇനി ഇംഗ്ലീഷിനെന്ന് പറഞ്ഞു. അവിടെ അന്ന് ഇംഗ്ലീഷ് പഠിപ്പിച്ചിരുന്ന അധ്യാപകർക്ക് കൊടുത്തന്നെ വെച്ച് 100 രൂപ അധികം എനിക്ക് തന്നു. ഓ ഭാഗ്യമായി. അപ്പൊ ഈ അച്ഛന്റെ കടമൊക്കെ എങ്ങനെ വീട്ടി? പിന്നീട് ഈ ഒരു ജോലി ചെയ്തിട്ട് തന്നെയാണ് സാർ വീട്ടിൽ. ഭർത്താവിന്റെ കടം ഒക്കെ ഇതുകൊണ്ടാ വീട്ടിൽ. പിന്നെയാണോ വീട് വെച്ചത്? അത് കഴിഞ്ഞാ വീട്. അപ്പൊ വീട് വെക്കാനുള്ള പൈസ എല്ലാം ഇതിന് കിട്ടി. അപ്പൊ ഇനിയിപ്പോ എന്തുവാ? വീട് വെച്ചതിന്റെ ഭാഗമായിട്ട് ചെറിയൊരു ലോൺ ഉണ്ട്, അത് തീർക്കണം. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞാനൊന്ന് റിലാക്സ്ഡ് ആയിട്ടുണ്ടെങ്കിൽ എന്നെ പോലെ ആൽക്കഹോളിക്കായ ഭർത്താക്കന്മാരെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന കുറെ സ്ത്രീകൾ ഉണ്ടാവില്ലേ, അവർക്കൊക്കെ വേണ്ടി എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങാം. അപ്പൊ അതിനിടയ്ക്ക് നല്ല കാര്യം ചെയ്തുകൂടായിരുന്നു? ഭർത്താവിനെ ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ ഒന്ന് കൊണ്ടുപോയി ഒരു പരീക്ഷ നടത്തിക്കൂടായിരുന്നു? 2008 വിവാഹം കഴിഞ്ഞ ഈ 2008 തൊട്ട് 2024 വരെ ഒരു ദിവസം ഒരു 10 തവണയെങ്കിലും നമ്മൾ പുള്ളിനെ ഇതിന്റെ പേരിൽ വഴക്കടിക്കും. ചിന്തിക്കാൻ കഴിവുള്ള ഒരാളാണെങ്കിൽ ഇത്രയൊക്കെ വേണോ സാർ? അല്ല, ഞാൻ ചോദിക്കുന്ന അദ്ദേഹത്തിന് ഈ ഇപ്പൊ മദ്യപിക്കാൻ പൈസ എവിടുന്ന? ജോലിക്ക് പോകുന്നുണ്ട്. അപ്പൊ ആ പൈസയൊക്കെ അത് ഇങ്ങനെ തന്നെ ചെലവാക്കി കളയും. 90% പുള്ളി ഇതിനെ ഉപയോഗിക്കും. ചിലപ്പോ ഈ പരിപാടി അദ്ദേഹത്തിന്റെ ഒരു മനസ്സ് മാറ്റത്തിന് കാരണമാകും
എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ സാർ, സാറേ നാവ് പൊന്നാവട്ടെ. ഓക്കെ, അപ്പോൾ നാവ് പൊന്ന വെള്ളിയായാലും കുഴപ്പമില്ല, അമ്മയും കൂടെ പ്രാർത്ഥിച്ചോളൂ. എനിക്ക് തോന്നുന്നില്ല, എൻ്റെ ഇനി ഒരു ആഗ്രഹം, ഈ കുട്ടികളൊന്ന് വളർന്ന് എൻ്റെ മോളുടെ ഒരു കഷ്ടം മാറിയ ശേഷം വേണം എനിക്ക് സ്വസ്ഥമായി കണ്ണടച്ച് പോവാൻ. അമ്മ കണ്ണടയ്ക്കൊന്നും വേണ്ട, അമ്മ കുറെ കാലം ഈ ലോകത്ത് ജീവിക്കും. ഈ മണ്ണിലെ അമ്മ എല്ലാം കണ്ടിട്ടേ പോകൂ. അപ്പൊ എനിക്ക് പ്രതീക്ഷയില്ലെന്ന് അവിടെ കയറി പറഞ്ഞു കളയരുത്. ഓക്കെ, ഞാനിപ്പോ വളരെ പ്രതീക്ഷയോടാ പറഞ്ഞത്. ഈ പ്രോഗ്രാം അദ്ദേഹം കാണും, എന്റെ മാനം കെടുത്തരുത്. ഈ പ്രോഗ്രാം കണ്ട് നല്ല കുട്ടിയായിട്ട് മര്യാദരാമനായിട്ട് ജീവിച്ച് എന്നെ ഒന്ന് ഫോൺ ചെയ്യണം. ഓക്കെ അമ്മ, റെഡി? നമുക്കിനി 2 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക്. ചിലപ്പോൾ താങ്കൾക്ക് നല്ല ദിവസങ്ങൾ വരാൻ പോവുമായിരിക്കും. ഏതൊരു ഭാര്യയും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണല്ലോ. ഭർത്താവ് ഇപ്പം മദ്യപാനമൊക്കെ കൂടുതലാണല്ലോ, മദ്യപിക്കാത്ത ലെവലിലേക്ക് ഭർത്താവ് മാറുന്നു, ജീവിതത്തിൽ സന്തോഷം കളിയാടുന്നു, ശാന്തിയും സമാധാനവും അല്ലേ വെളിച്ചമായിട്ട് വരുന്നു. ചെറിയ കാര്യമല്ല. 2 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. മോണിറ്റർ പ്ലീസ്. ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. അതിന് താങ്കളെ ഞാൻ വീഡിയോ കാണിച്ചു തരാം. LED മോണിറ്ററിൽ നോക്കിക്കോളൂ, വീഡിയോ വരുന്നു. രണ്ട് ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഈ ഗാനത്തിന് നൃത്ത സംവിധാനം ചെയ്ത സിനിമാ താരം ആരാണ്? ഓപ്ഷൻ എ വിനീത്, ഓപ്ഷൻ ബി ലക്ഷ്മി ഗോപാലസ്വാമി, ഓപ്ഷൻ സി ശോഭന, ഓപ്ഷൻ ഡി കമൽഹാസൻ. വിജയിച്ചാൽ 2 ലക്ഷം, തെറ്റിയാൽ 10,000, പിന്മാറിയാൽ 50,000. വിനീതോ ശോഭനയോ ആയിരിക്കാം. അതിലേതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യൂ, അല്ലെങ്കിൽ പിടിവള്ളിയിലേക്ക് പോവാം. ശോഭന ലോക്ക് ചെയ്താലോ സാർ? എന്നോട് ചോദിച്ചിട്ടുള്ള ആർക്കും ഞാൻ മറുപടി കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പോ ശോഭനയാണെങ്കിൽ ശോഭന, ആരാണെന്ന് വെച്ചാൽ വിനീതാണ് വിനീത്, ആര് വേണമെന്ന് വെച്ചാൽ പറഞ്ഞോളൂ. ശോഭന മതി. ശോഭന. ഓക്കെ, ഓപ്ഷൻ സി ശോഭന ലോക്ക് കേട്ടോ, പൂട്ടോ. ഓപ്ഷൻ സി ശോഭന നമ്മൾ പൂട്ടി. അപ്പൊ അമ്മ എന്താ അവസ്ഥ അവിടെ? പ്രാർത്ഥനയാണോ? അമ്മ ആയിരിക്കും വിചാരിച്ചിരിക്കുന്നുണ്ട്. ആണോ? ആണ്. അപ്പൊ അമ്മയെ വേദനിപ്പിക്കേണ്ട ഒരു അവസ്ഥ സാഹചര്യം വന്നിരിക്കുന്നു. ഉത്തരം തെറ്റിച്ച് പറഞ്ഞിരിക്കുന്നു. ഇപ്പൊ എന്താ ചെയ്യുക? തെറ്റാൻ വഴിയില്ല. മകളിൽ ഭയങ്കര വിശ്വാസമാണ് അമ്മ കേട്ടോ. അപ്പൊ അമ്മയുടെ ആ വിശ്വാസം നീണ്ടു നിൽക്കട്ടെ എന്നാ എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഓപ്ഷൻ സി ശോഭന. അമ്മയുടെ ധാരണ തെറ്റുകയാണ്. ഈ ചോദ്യത്തിന് താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ് എന്ന് നമ്മൾ ഒന്നുകൂടി ആലോചിക്കാം അല്ലേ? ഉത്തരം ശരിയാണ്. 2 ലക്ഷം രൂപ കിട്ടിയിരിക്കുന്നു. ആ കുട്ടിയേട്ടാ, സരിത സഹദേവൻ, താങ്കളോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. താങ്കൾക്ക് മലയാള സിനിമയിലെ ഒരു സിനിമാ താരത്തോട് കടുത്ത പ്രണയമുണ്ടായിരുന്നു. അദ്ദേഹത്തെ വിവാഹം കഴിക്കാൻ അതിയായ ആഗ്രഹമുണ്ടായിരുന്നു എന്ന് കുട്ടിയേട്ടൻ മനസ്സിലാക്കുന്നു. അയ്യോ, അത് ഏത് നടനാണ് ആ ഭാഗ്യം? ആക്ച്വലി സർ, ഞാൻ കുഞ്ഞുനാളിലെ സ്കൂൾ, എന്റെ ടീനേജർ 9th 10th +1 ഒക്കെ പഠിക്കുമ്പോഴായിരുന്നു ജയസൂര്യ ചേട്ടൻ മൂവിയിലേക്ക് വരുന്ന, ജയസൂര്യ ചേട്ടന്റെ ഹിറ്റ് സിനിമകളൊക്കെ വരുന്ന സമയം. എനിക്ക് പുള്ളിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു, പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാനിരിക്കുന്ന ഡെസ്കില്, എന്റെ ബുക്കില്, പിന്നെ ബുക്കില് നമ്മൾ നോട്ട്ബുക്ക് വാങ്ങിക്കുമ്പോ അതിന്റെ ചട്ട ഒക്കെ ജയേട്ടന്റെ പിക്കുള്ള ചട്ട ബുക്കാ വാങ്ങിക്കാൻ ഞാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പുള്ളിനെ. അങ്ങനെ ഈ ഇഷ്ടം കൂടി 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 വരിക. അപ്പൊ എനിക്ക് കല്യാണാലോചനകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോ എനിക്ക് ആര് വന്ന് നമ്മളെ ഇഷ്ടമല്ലാതെ, സിറ്റുവേഷൻ കണ്ട് ഇഷ്ടമല്ലാതെ പോണവരുണ്ട്. അപ്പോൾ അടുത്ത വീട്ടിലെ വല്യമ്മ എന്നോട് ചോദിക്കും, സരിതേ എങ്ങനെയുണ്ടടി ഇന്നത്തെ ചെക്കൻ, ഇഷ്ടമായോ നിനക്ക്, കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നല്ലോ ആ ചെക്കൻ എന്ന് പറയും. അവരുടെ വീട്ടിന്റെ ഫ്രണ്ട് കൂടെ അവര് വരിക കാണാനായിട്ട്. അപ്പോൾ വല്യമ്മ ഭംഗിയില്ല. അപ്പോൾ വല്യമ്മ ചോദിക്കും, അപ്പൊ പിന്നെ നിനക്ക് ഏതുപോലത്തെ ചെക്കനെ വേണ്ടേ? അപ്പൊ ഞാൻ പറയും, എനിക്ക് ജയസൂര്യനെ പോലെ ഒരു ചെക്കനെയാ വേണ്ടേ എന്ന് പറയും. ജയസൂര്യ ചേട്ടനെ ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക്. അങ്ങനെ ജയസൂര്യ ചേട്ടനെ കിട്ടിയില്ല. ജയസൂര്യ ചേട്ടൻ പിന്നെ കല്യാണം കഴിച്ചു. അപ്പൊ എനിക്കൊരു സന്തോഷായി. സരിത എന്നുള്ള പേരിലുള്ള ഭാര്യയാണല്ലോ കല്യാണം കഴിച്ചത്. അറ്റ്ലീസ്റ്റ് എന്റെ പേര് വിളിക്കുമല്ലോ, ആ ഒരു സന്തോഷമുണ്ട്. അപ്പൊ പിന്നെ ഞാൻ ആലോചിച്ചു, എന്തായാലും ജയേട്ടനെ കിട്ടിയില്ല, ഞാൻ കല്യാണം കഴിച്ച് പ്രസവിക്കുകയാണെങ്കിൽ എന്റെ മോന് ഞാൻ പുള്ളിയുടെ മോന്റെ പേരേ ഇടൂ. ആ വാശിക്കാണ് എന്റെ മോന് ഞാൻ അദ്വൈത് എന്ന് പേരിട്ടത്. അതെ. ഓക്കെ, ഇത് ജയസൂര്യക്ക് അറിയാമോ? അറിയില്ല. നന്നായി. ആദ്യമായിട്ട് ജയസൂര്യ കേൾക്കുന്ന കാര്യം ഈ ചാനലിലൂടെ ആയിരിക്കും. ജയസൂര്യ വീട്ടിലിരുന്ന് കാണുന്നുണ്ടാവും, ഞെട്ടുന്നുണ്ടാവും, മികച്ച എന്റെ മണ്ടക്കടിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇനി നമ്മൾ 3 ലക്ഷം രൂപയിലേക്ക് കടക്കുകയാണ്. 3 lakhs. ക്വസ്റ്റ്യൻ പ്ലീസ്. ഇനി പറയുന്നതിൽ മാങ്ങ ദേശീയ ഫലമല്ലാത്ത രാജ്യം ഏതാണ്? ഓപ്ഷൻ എ ഇന്ത്യ,
ഓപ്ഷൻ ബി ബംഗ്ലാദേശ്, ഓപ്ഷൻ സി പാകിസ്ഥാൻ, ഓപ്ഷൻ ഡി ഫിലിപ്പൈൻ. ഒരു പിടിവള്ളി എടുക്കാനുണ്ട്, മറന്നു പോകരുത്. 3 ലക്ഷം രൂപയാണ്. എന്ത് പറഞ്ഞാലും പൊപ്പൂട്ടും, പൂട്ടും എന്നുള്ളതല്ല, ആ സ്പീഡ് കൂടും. ഒരുപാട് ആലോചിക്കരുത്, സമയം പോകും. ഓക്കെ, സമയം താങ്കൾ പറഞ്ഞോളൂ. ബംഗ്ലാദേശ് ആണോ എന്നൊരു സംശയമാണ് സാർ എനിക്ക്. ആ ഉറപ്പിച്ച് പറയൂ, ഏതാണെന്ന് വെച്ചാൽ ഉറപ്പിച്ച് പറയൂ. ഏത് പറഞ്ഞാലും കുഴപ്പമില്ല, ഒരു ഉത്തരവേ ഉള്ളൂ. പക്ഷെ ബംഗ്ലാദേശ് എന്ന് എനിക്ക് തോന്നുന്നു. പൂട്ടട്ടോ? ഞാൻ മാങ്ങ ഉണ്ടാവില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് പൂട്ടിക്കോളൂ സാർ. പൂട്ടട്ടോ? ആ ഓക്കെ, പൂട്ടട്ടോ? ഞാൻ പൂട്ടിക്കോളൂ. പൂട്ടി. ഓപ്ഷൻ ബി ബംഗ്ലാദേശ്. താങ്കൾ പറഞ്ഞ ഉത്തരം ഇപ്പൊ എന്തായാലും PSC പരീക്ഷ എഴുതുന്ന എല്ലാ ആൾക്കാരുടെയും ശ്രദ്ധയ്ക്ക് PSC പരീക്ഷ പഠിപ്പിക്കുന്നു എന്ന് കരുതി ഉത്തരങ്ങളെല്ലാം ശരിയാകണമെന്നില്ല. ഞാൻ ഇംഗ്ലീഷാണ് സാർ പഠിപ്പിക്കുന്നത്. ഇംഗ്ലീഷ് പഠിപ്പിക്കുക, അതുകൊണ്ട് കുഴപ്പമില്ലല്ലേ. അപ്പൊ പിന്നെ ഇത് വിട്ടു. അപ്പൊ ഓപ്ഷൻ ബി ബംഗ്ലാദേശ് ഇതാ കണക്കായി പോയി. ഉത്തരം ശരിയാ. യു ആർ കറക്റ്റ്. ഉത്തരം ശരിയാണ്. 3 ലക്ഷം രൂപ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ബംഗ്ലാദേശാണ് ശരി ഉത്തരം. താങ്ക് യു സാർ. ഓക്കെ, അപ്പൊ അമ്മയുടെ അവസ്ഥ എന്തുവാ? അമ്മ ഹാപ്പി. അപ്പൊ ഇനിയിപ്പോ നമുക്ക് 5 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ 5 lakhs. മോർണിംഗ്. ഷേക്സ്പിയർ കൂടാതെ മറ്റേത് എഴുത്തുകാരന്റെ കഥാപാത്രങ്ങളുടെ പേരാണ് യുറാനസിന്റെ ഉപഗ്രഹങ്ങൾക്ക് നൽകിയിട്ടുള്ളത്? ഓപ്ഷൻ എ ചാൾസ് ഡിക്കൻസ്, ഓപ്ഷൻ ബി വാൾട്ടർ സ്കോട്ട്, ഓപ്ഷൻ സി അലക്സാണ്ടർ പോപ്പ്, ഓപ്ഷൻ ഡി R.L. സ്റ്റീവൻസൺ. ഒരു ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന അധ്യാപികയോടാണ് എന്റെ ചോദ്യം. ഒരു പിടിവള്ളി ബാക്കി കിടപ്പുണ്ട് കുട്ടേട്ടന്റെ. 5 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. സ്റ്റീഫൻസൺ. സ്റ്റീഫൻസൺ. സ്റ്റീഫൻസൺ കൂട്ടാമോ? അങ്ങനെ എനിക്കൊരു സംശയം എവിടെയോ കേട്ട പോലെ. ലേറ്റസ്റ്റ് മാർക്കറ്റ് ഇങ്ങനെയാണ്. വിജയിച്ചാൽ 5 ലക്ഷം, തെറ്റിയാൽ 30,000 രൂപ, പിന്മാറിയാൽ 1.5 ലക്ഷം. എനിക്ക് നല്ല സംശയം ഇതായിരുന്നു ഒരു ഡൗട്ട് ഉണ്ട്. ഹാർട്ട് ബീറ്റ് എങ്ങനെയാ? നമുക്കൊന്ന് ചെക്ക് ചെയ്താലോ? പൊത്തോ ഇടിക്കുന്നുണ്ടോ? ആ കുട്ടേട്ടാ, ഇടിക്കുന്നുണ്ടോ നോക്കിക്കോ. 135 നല്ല സ്കോറാണ്. ഉടനെ പിടിച്ചു നിർത്തണം, കുറച്ചോണ്ട് വരണം. അപ്പൊ എളുപ്പം മറുപടി പറഞ്ഞു. ഡി എന്നെയാ തോന്നുന്നു സാർ. പൂട്ടിട്ട് ഞാൻ പൂട്ടിക്കോളൂ സാർ. R.L. സ്റ്റീവൻസൺ ഞാൻ പൂട്ടുന്നു. പൂട്ടിക്കോളൂ. ഇപ്പൊ ഇവിടുന്ന് പൈസ കിട്ടണം നിർബന്ധമുണ്ടോ? ആ സാർ. നിർബന്ധമുണ്ടോ? ഇല്ലെങ്കിൽ പൈസ കിട്ടിയാൽ എന്ത് ചെയ്യും? സങ്കടത്തോടെ ഇറങ്ങിപ്പോ. വിഷമിക്കുവോ? വിഷമിക്കും. ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കില്ലേ? ഇല്ല സാർ. എടുക്കാൻ പറ്റത്തില്ലേ? അങ്ങനെ എടുക്കാൻ പറ്റാത്ത ആളാണോ? താങ്കൾ നല്ല കരുത്തുള്ള ആളാണെന്നാണല്ലോ ഞാൻ വിശ്വസിച്ചത്. എല്ലാത്തിനെയും പരാജയങ്ങളെയൊക്കെ തകർത്ത് മുന്നോട്ട് കയറും. അപ്പൊ സരിത, താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ്. R.L. സ്റ്റീവൻസൺ തെറ്റായ ഉത്തരമാണ്. ഓപ്ഷൻ സി അലക്സാണ്ടർ പോപ്പായിരുന്നു ശരി ഉത്തരം. 30,000 രൂപയാണ് ഇപ്പം നമ്മുടെ വില നിലവാരത്തിൽ സരിതയ്ക്ക് വരുന്നത്. സരിതയ്ക്ക് പിടിവള്ളി വേണമെങ്കിൽ എടുക്കാൻ മതി. പിടിവള്ളി എടുത്താലും പ്രശ്നം എന്താ അറിയാമോ? 3 ഉത്തരം കാണുമല്ലോ. അപ്പൊ അതിൽ നിന്ന് എടുത്താലും താങ്കൾ ഗസ് ചെയ്ത് ഇതിന്റെ ശരി ഉത്തരം അറിയില്ലായിരുന്നു അല്ലേ? ഗസ് ചെയ്താണോ? ഗസ് ചെയ്താ. ഗസിങ് എപ്പോഴും ശരിയാവണമെന്നില്ല. സങ്കടമുണ്ടോ? ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കാവൂ. നമ്മളൊരു മത്സര വേദിയിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതൊന്നും ആയിരിക്കില്ല ഫലം വരിക. ചിലപ്പോൾ നമ്മൾ കയറി പോയിട്ട് ലാസ്റ്റ് വീഴും. എന്നാലും താങ്കൾ നന്നായിട്ട് മത്സരിച്ചു. ഞാൻ പ്രതീക്ഷിക്കാത്ത മറുപടികൾ പോലും താങ്കൾ ഉത്തരമായി തന്നു. പക്ഷെ ഇവിടെ എനിക്ക് ചിലപ്പോൾ ഞാൻ വിചാരിച്ചാൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ആളായതുകൊണ്ട് ചിലപ്പോൾ ഈ വേദിയും കടന്നു പോകാൻ ഞാനൊരു 10 ലക്ഷത്തിൻ്റെ ചോദ്യം ചോദിക്കാനായിട്ട് മനസ്സൊക്കെ പ്രിപ്പയർഡാക്കി വെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അമ്മയെ കണ്ടുപിടിക്കുക. അമ്മ ഉണ്ടല്ലേ? അമ്മയെ മകൾക്ക് ഞാൻ ഉദ്ദേശിച്ച കരുത്തില്ല, അത്ര ധൈര്യം. മത്സരിച്ചല്ലോ താങ്കൾ, നന്നായിട്ട് മത്സരിച്ചു. ഈ വേദിയിൽ താങ്കൾക്ക് വരാൻ പറ്റി. പിന്നെ കുട്ടേട്ടൻ പറഞ്ഞിട്ട് ന്യൂസ് റീഡർ ആവാനുള്ള സാധ്യതയുണ്ടെന്ന്. അതെവിടെയാ സാധ്യത തെളിയുന്നത്? അറിയില്ല സാർ. അപ്പോൾ ക്വിറ്റ് ചെയ്താൽ അത് നമ്മളിനി അങ്ങനെ ആലോചിക്കുന്നത് മലയാളിയുടെ ഒരു സ്വഭാവമാണെങ്കിൽ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ കഴിഞ്ഞു പോയില്ലേ. നമ്മളിനി അങ്ങനെ ആലോചിച്ചിട്ടും കാര്യമില്ല. ഓക്കെ, അതിനെക്കുറിച്ച് ആലോചിക്കണ്ട. നമ്മൾ മത്സരിച്ചു, നന്നായിട്ട് മത്സരിച്ചു. എനിക്കൊന്ന് സാധാരണ ഒരു മത്സരാർത്ഥിയെക്കാളും
താങ്കൾ വളരെ ക്ലവറായിട്ട് സംസാരിച്ചു, നല്ല ബുദ്ധിവൈഭവത്തോട് സംസാരിച്ചു. അപ്പോൾ നമുക്ക് താഴ്ത്തു പോവാം. കുട്ടേട്ടാ താഴേക്ക്. ലെവൽ 1. അപ്പോൾ സരിത ഒരു കാര്യം കൂടി ചെയ്യണം. എൻ്റെ ഒരു റിക്വസ്റ്റാണ്. ഇതുവരെ ഹസ്ബൻഡിനെ ഒരു ഡി അഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടുപോയിട്ടില്ല. ഇനിയൊരു സെൻ്ററിൽ കൊണ്ടുപോകണം. തൃശ്ശൂരിലൊക്കെ ചില സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും നല്ല സെൻറ്റർ അന്വേഷിച്ചറിഞ്ഞ് അവിടെ നിന്ന് കൊണ്ടുപോയി ആ ഒരു സംഭവം നമ്മൾ ചെയ്യണം. കാരണം അത് യഥാർത്ഥത്തിൽ താങ്കൾ പറഞ്ഞൊരു പോയിന്റ് ഉണ്ടല്ലോ, അതായത് മറ്റുള്ളവരൊക്കെ വന്ന് പെണ്ണ് കണ്ടപ്പോൾ അവരെല്ലാം സ്ത്രീയെല്ലാം കിട്ടാൻ പോകുന്ന കുറവാണെന്ന് മനസ്സിലാക്കിയിട്ട് മടങ്ങിപ്പോയപ്പോൾ ആ ഒരു മനുഷ്യൻ അതിലെങ്കിലും താല്പര്യം എടുത്തില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിനൊരു ട്രീറ്റ്മെൻറ്റിന് വിധേയമാക്കണം. ഇത് കണ്ടിരിക്കുന്ന മിക്ക ആളുകൾക്കും ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മദ്യപിക്കുന്നവരെല്ലാം വളരെ വളരെ കൂടുതലാണ്. ഇത് ഒരൊറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. ഇപ്പം സരിതയുടെ ജീവിതത്തിൽ ഉണ്ടായതുപോലെ എത്രയോ സരിതമാരും ഒക്കെ ഈ ഭാര്യമാരും ഒക്കെ വീട്ടിലിരുന്ന് ഇതെൻ്റെ കഥയാണ് എന്ന് തോന്നുന്നുണ്ടാവും. ഇങ്ങനെ ഭർത്താവ് കുടിച്ച് നശിക്കുക, അതിൻ്റെ കൂടെ കടം കയറുക, അവസാനം ഒരു സുപ്രഭാതത്തിൽ ജീവിതം അവസാനിപ്പിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ സരിതയുടെ ടെൻഷൻ റിലാക്സ്ഡ് ആയപ്പോൾ സങ്കടമായി സാർ. സങ്കടം 5 ലക്ഷം വരെ പോകുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എത്ര വരെ? 5 ലക്ഷത്തിന്റെ റേഞ്ച് വരെ പോകുന്നു വിചാരിച്ചില്ലല്ലേ? എത്ര ലക്ഷമാണ് സരിത പ്രതീക്ഷിച്ചത്? അങ്ങനെ ഇല്ല സാർ, ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചില്ല. പക്ഷെ നന്നായി കളിച്ചു വന്നു. നല്ല സ്കോർ, നന്നായി കളിച്ചിട്ട് പെട്ടെന്ന്. അതുകൊണ്ട് താങ്കൾക്ക് അഭിമാനിക്കാം. ഇത് കാണുന്ന പാലക്കാട്ടെ ചിറ്റൂരിലെ ഒക്കെ എല്ലാ പ്രേക്ഷകരും പറയും നീ സൂപ്പറായിട്ട് പെർഫോം ചെയ്തു മോളെ. പിന്നെ അത് എന്ന് വെച്ചാലേ നമുക്ക് ഇപ്പൊ ഈ നാട്ടിൽ എല്ലാ ജനറൽ നോളജിന്റെ ഉത്തരം അറിയായിരുന്നെങ്കിൽ PSC പരീക്ഷയുടെ ആവശ്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കണ്ട. അപ്പോൾ നമുക്ക് പിരിയാൻ സമയമാകുന്നു. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ ആ പണം അവിടെ തന്നെ ഇരിക്കട്ടെ. ഞാൻ ഇവിടെ നിന്ന് നമുക്ക് ഇനി എടുക്കാൻ എനിക്ക് തോന്നുന്നില്ല താങ്കളുടെ സങ്കടം കണ്ടിട്ട്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം 30,000 ഇവിടെ നിന്ന് എടുത്ത് തരും. ഓക്കെ, സങ്കടമില്ലാതെ പോകണം. സങ്കടം ഉണ്ടെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് സങ്കടമാവും. ഓക്കെ, റെഡി? അപ്പോൾ ആദ്യം ഞാൻ കാണുന്ന ഈ സർട്ടിഫിക്കറ്റിനാണ് ഇതിൽ പങ്കെടുത്തു എന്നുള്ളത്. അത് ഓക്കെ. ഇനി അത് കഴിഞ്ഞിട്ട് ഇതൊരു ചെറിയ എമൗണ്ട് ആയിട്ട് കാണണ്ട. കാര്യം ഈ എമൗണ്ട് തന്നെ ജീവിതത്തിൽ വലിയ വിലയല്ലേ ഈ ഒരു സമയത്ത്, അല്ലേ? കൈ കൊടുക്കൂ. നല്ല മിടുക്കിയായിട്ട് താങ്കളുടെ ഒരു ശക്തി വൈഭവം കൊണ്ട് കഴിഞ്ഞു പോവാം. ഓക്കെ, അമ്മ ആ പാടശേഖരത്തിലേക്ക് ഇറങ്ങി നടക്കുന്നൊക്കെ ഞാനിങ്ങനെ കാണുന്നുണ്ട്. മക്കളെ തകർത്തോളണം കേട്ടോ. ഓക്കെ, അപ്പോൾ സരിത കാണാം നമുക്ക്. അപ്പോൾ ഇതുവഴി പോയാലേ അങ്ങ് പുൽപ്പള്ളിയിലെത്താം. ചിറ്റൂർ വഴി പാലക്കാട് ചിറ്റൂർ പുൽപ്പള്ളി, പാലക്കാട് ചിറ്റൂർ പുൽപ്പള്ളി. കേരളത്തിൽ മദ്യപിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്ന് എനിക്കറിയാം. പക്ഷെ മദ്യപിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് കുടുംബം കുളമാക്കരുത്. സരിത പറയുന്നതും ആ കാര്യം തന്നെയാണ്. കുടുംബം തച്ച് തകർത്ത് കുടിച്ച് കൂത്താടി നടന്നൊരിക്കൽ ഈ അവസാന കാലത്തേക്ക് നടന്നു പോകുമ്പോൾ നമ്മൾ ജീവിതത്തിൽ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ കുടിച്ചു എന്ന് മാത്രമേ നമുക്ക് വിധി എഴുതാനുള്ളൂ. അങ്ങനെ പോരാ, ഒരുപാട് കുടിക്കുന്ന ആളുകൾ അറിയുക, നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് വലിയൊരു ജീവിതമായിരിക്കും. ഈ ഒരു നല്ല ചിന്തയോടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഗുഡ് ബൈ.